so happy that God have given us one more chance to come together in His midst and praise His name. And I'm so happy to have Pastor Regimon from Rami. We last few 2 times we heard his message, which was so blessing for us and as a church, as individual. God helped us to grow in His spirit. Let's. I'm giving rest of the time without much introduction. Let Holy Spirit talk to us, and I request Pastor to speak to us and Nancy to help us in translating. Thank you. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. വളരെ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ വന്യപരിശുദ്ധ നാമത്തിലുള്ള വന്ദനവും സ്നേഹവും പ്രത്യേക കേരളത്തിൽ നിറയിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിന്റെ വചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ കർത്താവ് നൽകി തന്ന ഈ വിലപ്പെട്ട അവസരത്തെ ഒരു പ്രശംസയും പദവിയുമായി കരുതുന്നു. കർത്താവിന്റെ കൃപ ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ കൂടെ ആയിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സഭയെ ഓർക്കുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ട്. ട്രാൻസ്ലേഷൻ ഉണ്ട്. Can you try? Hello. We can hear now. Yeah. Okay. Praise the Lord. Greetings to all in the matchless name of our Lord and Savior Jesus Christ, and greetings from Kerala. I thank God for giving me this one more opportunity to stand in front of you. നമ്മള് വിഷയാടിസ്ഥാനത്തിലുള്ള ഒരു പഠനത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. We are going to enter into a study based on a topic. ഞാൻ സാധാരണ ബൈബിൾ ക്ലാസ് എടുക്കുമ്പോൾ എല്ലായിടത്തും പറയുന്ന ഒരു മുഖവുര പറഞ്ഞിട്ട് നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. I'm going to give an intro like how I usually do when I give a Bible study. ഇതൊരു ഉപവാസപ്രാർത്ഥനയോ ക്രൂസൈഡോ കൺവെൻഷനോ ആവേശം തരുന്ന പ്രസംഗം പ്രസംഗിക്കുന്ന വേദിയോ അല്ല. This is not a venue where it will give you so much spiritual strength. അങ്ങനെ പറയാൻ കാരണം ഇതൊരു ബൈബിൾ ക്ലാസ് ആണ്, വചനം പഠിക്കുന്ന ഒരു വേദിയാണ്. This is a Bible class. This is a venue for studying the Word of God. ഈ മലയാളികൾക്ക് പൊതുവെ ഏത് പ്രസംഗം കേട്ട് കഴിഞ്ഞാലും ഒരു അന്തരീക്ഷം ഉണ്ടായോ അന്തരീക്ഷം ഇല്ലയോ എന്നുള്ളൊരു ചർച്ചയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബൈബിൾ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ പറയരുത് കഴിഞ്ഞ 2 പ്രാവശ്യം ദേവദാസൻ പ്രസംഗിച്ചപ്പോൾ നല്ല അന്തരീക്ഷമായിരുന്നു, ഇന്ന് അത്ര അന്തരീക്ഷം ഉണ്ടായില്ല എന്ന് പറയരുത്. അന്തരീക്ഷം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ വീണ്ടും തന്നെ ഒരു ഉപവാസ പ്രാർത്ഥനയുടെ മെസ്സേജിനെ വിളിച്ചാൽ അന്തരീക്ഷം ഉണ്ടാവും. ഇതൊരു ബൈബിൾ ക്ലാസ് ആണ്, അതുകൊണ്ട് അതൊന്നും പ്രതീക്ഷിക്കരുത്. ഞാനൊരു സിസ്റ്റമാറ്റിക്കൽ തിയോളജിക്കൽ പരമായിട്ടുള്ള ഒരു ക്ലാസ്സിലേക്ക് പോകത്തുള്ളൂ. അതുകൊണ്ട് അത് പ്രത്യേകം ഓർത്തിരിക്കണമെന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുന്നു. So for Malayalis, they usually want, when they speak a message, they want the atmosphere, like a spiritual atmosphere. So this is a Bible study and we will be going systematically. നമ്മള് പരിശുദ്ധാത്മാവ് എന്നുള്ള വിഷയമാണ് ഈ 3 സെക്ഷനുകളിലായി നമ്മൾ ചിന്തിക്കുന്നത്. We are going to study about the Holy Spirit in the all 3 sections. ഞാൻ ബൈബിൾ കോളേജില് 1 വർഷം പഠിപ്പിക്കുന്ന വിഷയമാണ് ഈ 3 സെക്ഷനുകൾ കൊണ്ട് നിങ്ങൾ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. I teach in the Bible college this topic for 1 year, and you guys have given me 3 sections to teach that. അതുകൊണ്ട് ഞാൻ ഓടിച്ചെന്ന് വിടുമെന്നല്ലാതെ എനിക്ക് അതിനെ കുറിച്ച് ഡീപ്പായ ഒരു മേഖലയിലേക്ക് പോകാനുള്ള സമയമില്ല. So I'm going to skim through it because I cannot go very deep into it. ബൈബിളിൽ നിന്ന് പ്രധാനപ്പെട്ട 10 വേദശാസ്ത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. There are 10 important studies that we can learn from the Bible. ഒന്നാമത്തെ വേദശാസ്ത്രത്തെ വിളിക്കുന്ന പേര് തിയോളജി എന്നാണ്, അല്ലെങ്കിൽ ദൈവശാസ്ത്രം എന്നാണ്. The first study is of God. It is called theology. രണ്ടാമത്തെ ദൈവശാസ്ത്രത്തെ വിളിക്കുന്ന പേര് ക്രിസ്റ്റോളജി അല്ലെങ്കിൽ ക്രിസ്തുശാസ്ത്രം എന്നാണ്. The second one is Christology. It is called it is the study of Christ. മൂന്നാമത്തെ വേദശാസ്ത്രമാണ് പരിശുദ്ധാത്മശാസ്ത്രം അല്ലെങ്കിൽ ന്യൂമറ്റോളജി. The third one is pneumatology, which is a study of the Holy Spirit.
നാലാമത്തെ വേദശാസ്ത്രമാണ് ബിബ്ലിയോളജി അല്ലെങ്കിൽ വേദശാസ്ത്രം. The fourth one is the study of the Bible or bibliology. അഞ്ചാമത്തെ വേദശാസ്ത്രമാണ് ആന്ത്രോപോളജി അല്ലെങ്കിൽ നരവംശാസ്ത്രം. The fifth one is the study of man, which is anthropology. ആറാമത്തെ വേദശാസ്ത്രമാണ് പാപശാസ്ത്രം അല്ലെങ്കിൽ ഹമാർഷിയോളജി. Sixth one is study of sin, which is hamartiology. അടുത്തതാണ് രക്ഷാതത്വശാസ്ത്രം അല്ലെങ്കിൽ സോറ്റീരിയോളജി. The seventh one is the study of salvation, which is soteriology. മലയാളത്തിൽ അതിനെ രക്ഷാതത്വശാസ്ത്രം എന്നാണ് വിളിക്കുന്നത്. It is called the study of salvation in Malayalam. എട്ടാമത്തെ വേദശാസ്ത്രമാണ് എക്ലീഷിയോളജി അല്ലെങ്കിൽ സഭാ തത്വശാസ്ത്രം. The eighth one is ecclesiology, or is the study of the church. ഒൻപതാമത്തെ വേദശാസ്ത്രമാണ് ഏഞ്ചലോളജി അല്ലെങ്കിൽ ദൂതശാസ്ത്രം. The ninth one is the study of angels, which is called angelology. ദൂതശാസ്ത്രമൊക്കെ നന്നായി പഠിക്കേണ്ട വിഷയമാണ്. കാരണം ഇന്നും കൃപായുഗത്തിൽ ഏഞ്ചലിക് ഓപ്പറേഷൻ എന്ന് പറഞ്ഞൊരു മിനിസ്ട്രി ഉണ്ട്. പൊതുവെ മലയാളികൾ മറന്നു പോകുന്ന ഒരു മിനിസ്ട്രിയാണ് അത്. നിങ്ങൾക്ക് പഠിക്കാൻ അവസരം കിട്ടുമെങ്കിൽ നിങ്ങൾ പഠിക്കുന്നത് നന്നായിരിക്കും. We should learn about angelology because we can see, even in this grace age, we can see the angelic operation happening. So we should learn about it if we can. പത്താമത്തെ വേദശാസ്ത്രം എസ്കറ്റോളജിയാണ്, അന്ത്യകാല ശാസ്ത്രം. The last one is the study of the last days, or called eschatology. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ ഈ 10 വേദശാസ്ത്രങ്ങളിലൂടെയാണ് ബൈബിൾ സഞ്ചരിക്കുന്നത്. So from Genesis to Revelation, we are going through the study of these 10 subjects. ഈ 10 ദൈവശാസ്ത്രം കൂടെ പഠിക്കണമെങ്കിൽ നമ്മുടെ ഒരു ആയുസ് പോരാതെ വരും. To learn about all these 10 subjects, our one human life is not enough. നമ്മൾ അതിനകത്ത് ഇന്ന് അതിന്റെ മൂന്നാമത്തെ പാർട്ടാണ് പഠിക്കുന്നത്. ന്യൂമറ്റോളജിയാണ് പഠിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള സ്റ്റഡിക്ക് വിളിക്കുന്ന പേരാണ് ന്യൂമറ്റോളജി. ഓർത്തിരിക്കണം, ഞാനിത് ഇടയ്ക്കിടയ്ക്ക് പരിശുദ്ധാത്മശാസ്ത്രം എന്ന് പറയാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ചിലപ്പോൾ ന്യൂമറ്റോളജി എന്ന് പറഞ്ഞു കൊടുത്തേയുള്ളൂ. So we are going to learn about the third one, which is pneumatology, which is the study of the Holy Spirit. So remember that. I'll keep using pneumatology. അപ്പോൾ ന്യൂമറ്റോളജിയുടെ ചില മേഖലകളിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണ്. മുഖവരയാണ് നമ്മൾ ആദ്യമായി ചിന്തിക്കുന്നത്. So we're going into the introduction of pneumatology. നമ്മൾ ഒരു കുറുവാക്യം ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് ഈ പഠനം അത്യാവശ്യമാണ് നമുക്ക് ബോധ്യമാകുന്ന ഒരു വാക്യം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോസ്തലപ്രവൃത്തി 1:4 വാക്യം. So we can read through Acts 1:4. It is actually the key verse, and as to why we need to learn about the Holy Spirit. നമ്മൾ ഈ 3 സെക്ഷനുകളിലും ഇനി കുറുവാക്യം ഒന്നും വായിക്കത്തില്ല. ഈ ഒരു വാക്യത്തിന്റെ തലക്കെട്ടിൽ നിന്നായിരിക്കും ഈ വിഷയം പഠിക്കുന്നത്. So we are not going to read any more key verses. We will be standing on this verse and we will be studying. യേശുക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ അവസാനത്തെ മൊഴികളിൽ ഒന്നാണ് ഈ 4ാമത്തെ വാക്യം. The fourth verse is one of the last verses that Jesus said before he left this earth. യേശു ശിഷ്യന്മാരോട് തന്നെ ശ്രദ്ധിക്കുന്നവരോടായി യേശു പറഞ്ഞ പദമാണ് 4ാമത്തെ വാക്യം. So Jesus was telling his disciples who were listening to him the verse 4. നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. Do not leave Jerusalem, but wait for the gift my father promised, which you have heard me speak about. ഇവിടെ പരിശുദ്ധാത്മാവ് എന്ന ഒരു വാക്ക് പോലും ആ പദത്തിനകത്തില്ല, ഈ വാക്യത്തിലില്ല. So there is no mention of the word Holy Spirit in this verse. ഇവിടെ the promises of the Father എന്ന് മാത്രമേ ഉള്ളൂ. It's only mentioned about the promises of the Father. അപ്പൊ യേശു പറഞ്ഞത്, യേശു അവസാനമായി ഭൂമിയിൽ നിന്ന് പോകുന്നതിന് തൊട്ടും ആവശ്യപ്പെട്ടത് പിതാവിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കണം എന്നുള്ളതാണ് കർത്താവ് പറഞ്ഞത്. So before Jesus went from the earth, he said to wait for the gift the Father had promised. അത് മാത്രമല്ല, ആ 4ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി. So it says here that which you have heard me speak about. എന്നോട് കേട്ട എന്നുള്ള പദം അണ്ടർലൈൻ ചെയ്യേണ്ട പദമാണ്.
we should underline the verse heard me speak about. എപ്പോഴാണ് എന്നോട് കേട്ടത്? When did Jesus tell that to his disciples? കഴിഞ്ഞ 3.5 വർഷം ശിഷ്യന്മാർ യേശുവിന്റെ കൂടെ നടന്നപ്പോൾ കേട്ടത്. Whatever the disciples heard when they were with Jesus for the past 3.5 years. ഉയർത്തെഴുന്നേറ്റതിന് ശേഷമുള്ള 40 ദിവസം നിങ്ങൾ എന്നിൽ നിന്ന് കേട്ടത്. Whatever they heard from Jesus after he rose up from the dead for 40 days. സ്വർഗാരോഹണത്തിന് തൊട്ടു മുമ്പും നിങ്ങൾ ഇപ്പോൾ എന്നിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. Before he ascended up to heaven, whatever they heard from Jesus at that point. അപ്പം എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തം എന്ന് പറഞ്ഞാൽ എപ്പോഴൊക്കെയാണ് എന്നോട് കേട്ടത് എന്നുള്ളതാണ് പറഞ്ഞത്. 3.5 വർഷം കർത്താവിന്റെ കൂടെ നടന്നപ്പോൾ കേട്ടത്, 40 ദിവസം കർത്താവിന്റെ കൂടെ നടന്നപ്പോൾ കേട്ടത്. ഇപ്പോഴത്തെ അവസാന മൂമെന്റിലും അവർ കേൾക്കുന്നത് ഒരേ ഒരു കാര്യമാണ്, the promises of the Father. So when they heard 3.5 years when they were with Jesus, the 40 days when they were with Jesus after he rose up and before Jesus ascended up to heaven, the promises of the Father, that is what they were hearing from Jesus. ഇവിടെ 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ പിതാവിന്റെ വാഗ്ദത്തം എന്ന് എഴുതിയിട്ടുള്ളൂ. Here in the first chapter verse 4, it is only talking about the promises of the Father. 2-ാം അധ്യായം 33-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അത് ക്ലിയർ ആയി ക്ലാരിറ്റി ആയിട്ട് എഴുതിയിട്ടുണ്ട് ആ പിതാവിന്റെ വാഗ്ദത്തം എന്താണെന്നുള്ളത്. So in Acts 2 verse 33, it is written clearly what is the promise of the Father. അവൻ ദൈവത്തിന്റെ വലഭാഗത്തേക്ക് ആരോഹണം ചെയ്ത് പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി നിങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു തന്നുവെന്നാണ് എഴുതിയിരിക്കുന്നത്. So exalted to the right hand of God, he has received from the Father the promised Holy Spirit and has poured out what you now see and hear. അപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങിയത്. അപ്പോൾ പിതാവിൽ നിന്ന് വാങ്ങിച്ചെടുത്ത വാഗ്ദത്തം പരിശുദ്ധാത്മാവാണെന്ന് ഈ 33-ാം വാക്യത്തിൽ കൃത്യമായി പറയുന്നു. So the gift from the Father, the promise from the Father, here it is clearly written that it is talking about Holy Spirit. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ പരിശുദ്ധാത്മാവ് എന്ന വിഷയത്തെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമല്ല, പഠനത്തിന് ശേഷം അത് എക്സ്പീരിയൻസ് ചെയ്യണം. So why we are learning about the Holy Spirit is not just learning, we have to experience it after learning. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട് പിതാവിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. അതുകൊണ്ടാണ് ഇന്ന് ഈ പഠനം ഇവിടെ നടത്തുന്നത്. Why we are learning it is because Jesus has said that you should wait for the gift of the promise from the Father, and that is why this study is happening here today. ആ പിതാവിന്റെ വാഗ്ദത്തം പരിശുദ്ധാത്മാവാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് നാം പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം എന്നുള്ളതാണ് യേശുവിന്റെ ഈ ഭൂമിയിലെ അവസാനത്തെ മൊഴി. അതുകൊണ്ട് നാം ഇന്ന് ആ വിഷയത്തിനെ കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നു. So the promise of the Father, that is the Holy Spirit, and that is the last words that Jesus said before he left this earth. That is why we are learning about Holy Spirit today. പഴയ നിയമവും പുതിയ നിയമവും കൂടെ ചേർത്താണ് നമ്മൾ ഈ വിഷയം പഠിക്കുന്നത്. We are going to learn from both the Old Testament and the New Testament. എന്നാൽ കൂടുതൽ നമ്മൾ പുതിയ നിയമത്തിലേക്കായിരിക്കും ഫോക്കസ് വരുന്നത്. Our focus will be more on the New Testament. പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് എന്ന മലയാള പദം ആകെ 3 പ്രാവശ്യമേ നമ്മൾ കാണുന്നുള്ളൂ. In Holy Spirit, we can see that term in the Old Testament only thrice. പരിശുദ്ധാത്മാവിനെ 3 പ്രാവശ്യം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പരിശുദ്ധാത്മാവ് എന്ന മലയാളത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പഴയ നിയമത്തിൽ മൊത്തം പുസ്തകം അരിച്ചു പറക്കിയാലും 3 പ്രാവശ്യമേ ഉള്ളൂ. So in the Malayalam Bible, the term Parishuddharma or Holy Spirit is mentioned in the Old Testament only thrice. ആ 3 വാക്യങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. 51-ാം സങ്കീർത്തനം 11-ാം വാക്യം. Just reading those 3 verses. Psalms 51 verse 11. അവിടെ ദാവീദ് പറയുന്നുണ്ട്, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ എന്ന്. So here it says that do not cast me from your presence or take your Holy Spirit from me. അടുത്ത 2 വാക്യങ്ങൾ നമ്മൾ കാണുന്നത് യെശയ്യാ പ്രവചനത്തിലാണ്, 63-ാം അധ്യായത്തിലാണ്. The next 2 verses we are seeing is in Isaiah 63. അതിലെ 10-ാമത്തെ വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 63 verses 10. അവിടെ എഴുതിയിട്ടുണ്ട്, എന്നാൽ അവർ മത്സരിച്ച് അവന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു.
Yet they rebelled and grieved his Holy Spirit. മൂന്നാമത് കാണുന്നത് 63-11 വാക്യത്തിലാണ്. And the third time we see is in 63 verses 11. അവിടെ എഴുതിയിട്ടുണ്ട്, അവരുടെ ഉള്ളിൽ തന്റെ പരിശുദ്ധാത്മാവിനെ കൊടുത്തവൻ എവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. Here it's asking, where is he who set his Holy Spirit among them? ഈ 3 സ്ഥലത്തല്ലാതെ നിങ്ങൾക്ക് ഒരിടത്തും പരിശുദ്ധാത്മാവെന്ന ഒരു മലയാള പദം കാണാൻ കഴിയില്ല. So other than these 3 places, you won't be able to see the term Holy Spirit being used in the Old Testament. എന്നാൽ പുതിയ നിയമത്തിൽ 90 പ്രാവശ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് പരിശുദ്ധാത്മാവെന്ന മലയാള പദം. So in New Testament, it is used 90 times. The term Holy Spirit is used 90 times in the New Testament. അപ്പോൾ പരിശുദ്ധാത്മാവെന്ന മലയാള പദം 90 പ്രാവശ്യം പുതിയ നിയമത്തിലുണ്ട്. 90 വാക്യങ്ങൾ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ തൽക്കാലം അത് ഒഴിവാക്കുന്നു. So there are 90 verses in the New Testament which says the Holy Spirit in Malayalam. So I'm not going to say 90 verses now too. ഇനി നമ്മൾ പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവിന് കൊടുത്തിരിക്കുന്ന എബ്രായ പദം, ഹീബ്രു വേർഡ്സ്. So we're going to talk about the Hebrew word that is given to Holy Spirit in the Old Testament. കാദോഷ് റൂഹ എന്നാണ് കൊടുത്തിരിക്കുന്നത്. The term Kadosh Ruha is what is given. ഇതിനകത്ത് ഒരു കാര്യം കൂടെ പറയുന്നു. പൊതുവെ ആളുകള് സെമിനാരിൽ വരെ പഠിപ്പിക്കുന്നത് റൂഹ എന്ന പദമേ പഠിപ്പിക്കുന്നുള്ളൂ. So there's one more term that's used, and they generally use the term Ruha alone when they teach in the seminaries. ഈ റൂഹ എന്ന് പറഞ്ഞാല് 3 പ്രധാനപ്പെട്ട അർത്ഥങ്ങളാണുള്ളത്. Ruha has 3 important meanings. ഒന്നാമത് കൊടുത്തിരിക്കുന്നത് കാറ്റ് എന്നാണ്, വിൻഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്, കാറ്റ്. The first meaning is wind. രണ്ടാമത് കൊടുത്തിരിക്കുന്നത് ശ്വാസം അല്ലെങ്കിൽ ആത്മാവ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. The second one is the breath or the spirit. മൂന്നാമത് കൊടുത്തിരിക്കുന്നത് പ്രകൃതിക്ക് അതീതമായ ശക്തി എന്നാണ്, പ്രകൃതിക്ക് അതീതമായ ശക്തി. Third one is a power which is beyond the nature. ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പൊതുവെ ഈ റൂഹ എന്ന് എവിടെയെങ്കിലും കണ്ട ഉടനെ ആളുകൾ തെറ്റിദ്ധരിച്ച് പ്രസംഗിക്കുകയാണ്. ഇപ്പം അത് പരിശുദ്ധാത്മാവാണെന്നുള്ള രീതിയിലാണ് പ്രസംഗിക്കുന്നത്. So wherever people see the term Ruha, they generally use it as the Holy Spirit wherever they see that term. പരിശുദ്ധാത്മാവാകണമെങ്കിൽ റൂഹ എന്ന് കണ്ടാ പോരാ, കാദോഷ് റൂഹ എന്ന് തന്നെ കാണണം. So for us to understand that it is the Holy Spirit, you should use Kadosh Ruha. Wherever it is seen as Kadosh Ruha, that is where it is actually Holy Spirit. ഈ അടുത്ത കാലത്തായിട്ട് ഒരാൾ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽസ് ആയിട്ട് പറയാൻ കാരണം അതുകൊണ്ടാണ്. ഒരാൾ പ്രസംഗിക്കുന്നത് കേട്ടു. ഇയ്യോബിന്റെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, ഇപ്പോൾ ആകാശത്തിൽ നക്ഷത്രം ശോഭിക്കുന്നില്ല, ഒരു കാറ്റടിക്കുമ്പോൾ കാർമേഘം മാറും, നക്ഷത്രം പഴയതിലും അധികമായി ശോഭിക്കും. So in the book of Job, there is a verse about a wind. So they were talking about that as the Holy Spirit. അപ്പൊ കാറ്റടിക്കുമ്പം കാർമേഘം മാറും, നക്ഷത്രം പഴയതിലും അധികമായി ശോഭിക്കും എന്നുള്ളതിന് പുള്ളി വ്യാഖ്യാനിച്ചത്, ആത്മാവിന്റെ കാറ്റ് വീശുമ്പം കാർമേഘം മാറും, പഴയതിലും അധികമായി ശോഭിക്കുന്നത്. പെന്തക്കോസ്തുകാർക്ക് അത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷെ അത് ബൈബിളിന് വിരുദ്ധമാണ് അത് വ്യാഖ്യാനം. So in that book where it was written that when the wind blows, the dark clouds will move away. So he was talking about it as the Holy Spirit, and Pentecostals, they'll be happy when hearing it, but it is actually against what is the study. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ അവിടെ ഞാൻ എന്റെ ഗ്രീക്ക് നോക്കിയപ്പോ അവിടെ കൊടുത്തിരിക്കുന്നത് വെറുതെ ഈ റൂഹ എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ആ വാക്യത്തിനുള്ള അവിടെ കാദേശ് റൂഹ എന്ന് കൊടുത്തിട്ടില്ല. So in that place, it is only mentioned Ruha. It is not used as Kadesh Ruha. So it is not the mention of the Holy Spirit. അപ്പൊ റൂഹ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ കാറ്റെന്ന്, അല്ലെങ്കിൽ ശ്വാസമെന്ന്, അല്ലെങ്കിൽ ആത്മാവെന്ന്, ഇങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങളേ ഉള്ളൂ. അല്ലെങ്കിൽ റൂഹ കയറി വരട്ടെ എന്ന് പറഞ്ഞാൽ വഴിയെ പോകുന്ന ദുരാത്മാവെല്ലാം കയറി വരും. കാരണം എല്ലാ ആത്മാവിനെയും വിളിക്കുന്നത് റൂഹാൻ തന്നെയാണ്.
So when you talk about ruha, it actually means it can be a wind, it can be a spirit, and so if you just say ruha, it is not going to imply the Holy Spirit. Even if you call ruha, the evil spirits can also come. പരിശുദ്ധാത്മാവെന്നാകണമെങ്കിൽ അത് കാദേശ് റൂഹ തന്നെയാകണം. So if it has to be the Holy Spirit, it has to be the term Kadesh Ruha. നമ്മളാണ് ഈ റൂഹ എന്ന് പറയുന്നത്. ഈ യഹൂദന്മാർ അതിനെ കുറച്ചുകൂടെ പ്രൊണൗൺസിയേഷൻ വ്യത്യാസം പറ്റിയ റൂവാഹ് എന്നാണ് അവർ പറയുന്നത്. So when we say ruha, the Jewish people, they say ruah instead. നിങ്ങളുടെ കയ്യില് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് വളരെ എളുപ്പം ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബൈബിളാണ് ബ്ലൂ ലെറ്റർ ബൈബിൾ. അതിനകത്ത് ഈ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് ഇപ്പോൾ 51 സങ്കീർത്തനത്തിന്റെ 11 വാക്യം ജസ്റ്റ് ഞാൻ ഇപ്പോ എബ്രായ ഭാഷ നോക്കിയപ്പോൾ അതിനകത്ത് കൊടുത്തിരിക്കുന്ന പരിശുദ്ധാത്മാവ് എന്നുള്ളതിന് കൊടുത്തിരിക്കുന്നത് ഖ്വാദേശ് റൂവഹ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ബൈബിൾ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ബൈബിളാണ് ബ്ലൂ ലെറ്റർ ബൈബിൾ. അതിന് BLB എന്നാണ് ഷോർട്ട് ഫോമിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഉപയോഗിക്കാം. ഇതിനകത്ത് ഇത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് എന്ന് ഓർപ്പെടുത്തുന്നു. Yeah, so there is an app in Play Store which is called BLB or Blue Letter Bible, where you can get to know the Greek words for the corresponding verses. And so in Psalms 51:11, it is actually mentioned as Kadesh Ruh in that place for the Holy Spirit. ഇനി നമുക്ക് ഈ പദം 378 പ്രാവശ്യം പഴയ നിയമത്തിൽ ഖ്വാദേശ് റൂവഹ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. So the term Kadesh Ruh is mentioned 384 times in the Old Testament. അപ്പൊ മനസ്സിലാക്കേണ്ടത് മലയാളത്തിൽ പരിശുദ്ധാത്മാവ് എന്ന് 3 പ്രാവശ്യത്തിലേ ഉള്ളെങ്കിലും പരിശുദ്ധാത്മാവ് ഈ 378 പ്രാവശ്യം പഴയ നിയമത്തിൽ തന്റെ പ്രസൻസ് കാണിക്കുന്നുണ്ട്. So in the Malayalam Bible, it is only mentioned Holy Spirit thrice, but in the Greek words, the Hebrew term Kadesh Ruh, it is mentioned 384 times. The Holy Spirit is making its presence known. ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവിന് പറഞ്ഞിരിക്കുന്നത് ന്യൂമ ഹാഗിയോസ് എന്നാണ്. So if you come to the New Testament, the word that is used for the Holy Spirit is pneuma hagios. ചിലയിടത്ത് പ്രത്യേക ചില സ്ഥലങ്ങളിൽ ഹാഗിയോസ് ന്യൂമ എന്നും തിരിച്ചും പറഞ്ഞിട്ടുണ്ട്. In some places, it is mentioned as hagios pneuma and vice versa. എനിക്ക് തോന്നുന്നു അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 5 വാക്യങ്ങളിൽ ഹാഗിയോസ് ന്യൂമ എന്നാണ് കൊടുത്തിരിക്കുന്നതാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്നാൽ ന്യൂമ ഹാഗിയോസ് എന്ന് പറയുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. So in Acts 2, the first 5 verses, I think it is mentioned as hagios pneuma, but there is nothing wrong in saying pneuma hagios also. ഇവിടെ ഒരു ചെറിയ കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ന്യൂമ എന്നാണ് പരിശുദ്ധാത്മാവിനെ വിളിക്കുന്നതെന്നൊരു പഠിപ്പീര് ചില ആളുകൾ പറയുന്നുണ്ട്. ന്യൂമ എന്ന് പറഞ്ഞാൽ സ്പിരിറ്റ് എന്നേ അർത്ഥമുള്ളൂ, ആത്മാവെന്ന് അർത്ഥമുള്ളൂ. അത് പരിശുദ്ധാത്മാവ് ആകുന്നില്ല. പരിശുദ്ധാത്മാവാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഒന്നെങ്കിൽ ന്യൂമ ഹാഗിയോസ് എന്നോ ഹാഗിയോസ് ന്യൂമ എന്നോ വരേണ്ടത് അത്യാവശ്യമാണ്. So there is also a teaching that pneuma means Holy Spirit, but when pneuma hagios comes together, only it comes as the Holy Spirit or hagios pneuma. അതെ, ഞാൻ പറഞ്ഞതിനകത്ത് ഒരു മാറ്റമില്ല. ഈ ഹാഗിയോസ് ന്യൂമ തന്നെയാണ് വന്നിരിക്കുന്നത്. There's no change in what I said. It is coming as hagios pneuma. അപ്പൊ ഇത് ന്യൂ ടെസ്റ്റ്മെന്റില് 379 പ്രാവശ്യം ന്യൂമ ഹാഗിയോസ് എന്ന് രേഖപ്പെടുത്തുന്നുണ്ട് പരിശുദ്ധാത്മാവിന്. So in the New Testament, it is mentioned 379 times as pneuma hagios in the New Testament for Holy Spirit. ഇനി അത് മാത്രമല്ല, ഈ പുതിയ നിയമത്തിൽ പ്രധാനപ്പെട്ട 3 ആത്മാവാണ് ഉള്ളത്. മനുഷ്യാത്മാവ്, ഭൂതാത്മാവ്, ദൈവാത്മാവ്. ഇങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. So in the New Testament, we see 3 types of spirit: the spirit of a man, the evil spirit, and God's spirit. ഇതില് ദൈവവുമായി ബന്ധപ്പെട്ട് ന്യൂമ എന്ന പദം 40 പ്രാവശ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവവുമായി ബന്ധപ്പെട്ട്. So with respect to God, the term pneuma, it is actually mentioned 40 times. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന് തിരുവെഴുത്തിൽ കൊടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട 29 പേരുകൾ, 29 നാമങ്ങൾ. So we're going to learn 29 names given to Holy Spirit in the New Testament.
ഈ 29 പേരിനെ ഞാന് ഒരു 5 കാറ്റഗറി ആയിട്ട് തിരിക്കുകയാണ്. So these 29 names I'm going to divide into 5 categories. ഒന്നാമത്തെ കാറ്റഗറി പിതാവുമായുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവിന്റെ നാമങ്ങൾ. So for with respect to the Father, it's the first name. രണ്ടാമത്തെ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് പുത്രനുമായുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവിന്റെ നാമങ്ങൾ. Second category is with respect to the Son, the names of the Holy Spirit. മൂന്നാമത് നാം ചിന്തിക്കുന്നത് ആത്മാവിന്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്ന നാമങ്ങൾ. Third one is the behavior of the Spirit, the names that reveal the behavior of the Spirit is the third category. നാലാമത്തേത് വിശ്വാസിയുമായി ബന്ധത്തിൽ പരിശുദ്ധാത്മാവിന്റെ നാമങ്ങൾ. Fourth is with respect to the believer, the names of the Holy Spirit. അഞ്ചാമത് നാം ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെ കാണിക്കുന്ന നാമങ്ങൾ. The fifth one is the acts of the Holy Spirit is what we see, the names with respect to that. അപ്പൊ ഇങ്ങനെ 5 കാറ്റഗറിയുടെ ബേസിലാണ് 29 പേരുകൾ നമ്മളൊന്ന് ചിന്തിക്കാൻ പോകുന്നത്. കാരണം നിങ്ങൾ ഈ പേരുകൾ വായിക്കുമ്പോൾ ഇത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറയുന്നത് നിങ്ങൾക്ക് ബോധ്യമാകണമെങ്കിൽ ഈ കാറ്റഗറി തിരിച്ചു വരണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. So to know the different names of the Holy Spirit, we should understand the different categories of these names. That is why we should learn these. പിതാവുമായുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവിന് 8 പേരുകളാണ് കൊടുത്തിരിക്കുന്നത്. With respect to the Father, the Holy Spirit has 8 different names. ഒന്നാമത്തെ പേര് നമുക്കറിയാം, ദൈവത്തിന്റെ ആത്മാവ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഉൽപ്പത്തി 1:2. The first name that is given is in Genesis 1:2, the Spirit of God. ദൈവത്തിന്റെ ആത്മാവ്, Spirit of God. ഞാൻ ഒരു കാര്യം കൂടി ഇവിടെ നിന്ന് പറയാം. ബൈബിളിൽ ഒരു പേഴ്സണാലിറ്റി ബേസിൽ വെളിപ്പെട്ടു വന്ന ആദ്യത്തെ പേഴ്സണാലിറ്റി പരിശുദ്ധാത്മാവാണ്. So in the Bible, the first personality to be revealed is actually the Holy Spirit. കാരണം ഈ ഉൽപ്പത്തി 1:1 പറയുന്നത് ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിക്കുന്ന, അവിടെ ദൈവം എന്ന് കൊടുത്തിരിക്കുന്നതിന് എബ്രായ ഭാഷയിൽ ജനറലായി വിളിക്കുന്ന പദം എലോഹീം എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഫ്ലൂറലാണ്. So in Hebrew words, if you see the first verse, in the beginning God created the heaven and earth, the term God is used as Elohim, which is actually plural. എലോഹീം എന്ന് വിളിച്ചിരിക്കുന്നത് ദൈവം എന്നതിനെ പൊതുവായിട്ട് വിശേഷിപ്പിക്കുന്ന പദമാണ് എലോഹീം. So God, the term God in general is used, the term used is Elohim. അവിടെ എലോഹീം എന്നതിനകത്ത് പിതാവെന്നോ പുത്രനെന്നോ പരിശുദ്ധാത്മാവെന്നോ പറയാൻ പറ്റില്ല. ദൈവം എന്നതിന് ജനറൽ വിളിക്കുന്ന പദമാണ് എലോഹീം. You cannot specifically say that it's a Father, the Son, or the Holy Spirit. God in general terms is called as Elohim. എന്നാൽ രണ്ടാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവിടെ ഒരു പേഴ്സണൽ തൃത്വത്തിൽ ഒരു ആദ്യമായിട്ടൊരു പേഴ്സണാലിറ്റി വെളിപ്പെട്ട് വരുന്നു. അതാണ് ദൈവത്തിന്റെ ആത്മാവ്. In the second verse, we can see the Trinity's first personality being revealed, that is the Spirit of God. ഇനി രണ്ടാമതായിട്ട് ഇയ്യോബിന്റെ പുസ്തകം 33:4 നാം സർവശക്തന്റെ ശ്വാസം എന്നാണ് വിളിച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ വിളിച്ചിരിക്കുന്ന പേരാണ് സർവശക്തന്റെ ശ്വാസം. In Job 33:4, we can see here it's mentioned as the breath of the Almighty, Holy Spirit being addressed. അവിടെയും ദൈവത്തിന്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു, സർവശക്തന്റെ ശ്വാസം എനിക്ക് ജീവനെ തരുന്നതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്ന സർവശക്തന്റെ ശ്വാസം എന്നത് പരിശുദ്ധാത്മാവിനെ കുറിക്കുന്ന പദമാണ്. So here it says, the Spirit of God has made me, the breath of the Almighty gives me life. So here it is actually referring to the Holy Spirit when it talks about the breath of the Almighty. മൂന്നാമതായി നമ്മൾ പഠിക്കുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 35-ാമത്തെ വാക്യത്തിൽ അത്യുന്നതന്റെ ശക്തി എന്നാണ് പിതാവുമായുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. So Luke 1:33, we can see there that it says the power of the Almighty. അത്യുന്നതന്റെ ശക്തി.
it says the power of the Most High. ഇനി നമ്മള് യെശയ്യാ പ്രവചനത്തിലേക്ക് വരുമ്പോൾ 11-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ യഹോവയുടെ ആത്മാവെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. So in Isaiah 11 verse 2, we can say it talks about the Spirit of Jehovah. യഹോവയുടെ ആത്മാവ് ആവസിക്കുമെന്നാണ്. അപ്പൊ യഹോവയുടെ ആത്മാവ് എന്നുള്ളത് സാക്ഷാൽ പരിശുദ്ധാത്മാവിനെ കുറിക്കുന്ന പദമാണ്. So it says here the Spirit of the Lord or Spirit of Jehovah, that it will rest on him. So it talks with respect to the യെശയ്യാ Almighty. പ്രവചനം 61-ാം അധ്യായം 1-ാം വാക്യത്തിൽ യഹോവയായ കർത്താവിന്റെ ആത്മാവെന്നാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പിതാവുമായുള്ള ബന്ധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. So here in Isaiah 61 verse 1, it says about the Spirit of the sovereign Lord is on me. യഹോവയായ കർത്താവിന്റെ ആത്മാവ് Talks about the Spirit of the sovereign Lord. ഇനി 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ വരുമ്പോൾ ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവെന്നാണ് പിതാവുമായുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവിനെ അഭിസംബോധന ചെയ്തിരിക്കുന്നത്. 2 കൊരിന്ത്യർ 3:3. So in 2 Corinthians 3 verse 3, it says Spirit of the living God. ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവ്. Spirit of the living God. 1 പത്രോസിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ മഹത്വത്തിന്റെ ആത്മാവെന്നാണ് പിതാവുമായ ബന്ധത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. In 1 1 Peter പത്രോസ് 4:14. 4 verse 14, it says Spirit of glory and of God. എട്ടാമത് മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പിതാവിന്റെ ആത്മാവ് എന്നാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പിതാവുമായുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത്. മത്തായി 10:20 പിതാവിന്റെ ആത്മാവ്. In Matthew 10 verse 20, it says the Spirit of the Father. ഞാൻ 8 പേരുകൾ ഇപ്പോൾ പിതാവുമായുള്ള ബന്ധത്തിൽ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞു നോക്കണം. ക്ലാസ്സും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പാസ് അത് പറഞ്ഞൊന്നും പറയരുത്. അതിന്റെ ക്ലാരിറ്റി ചെയ്തുകൊണ്ട് പോകണം. I told 8 names of the Holy Spirit with respect to the Father. If you have any doubts, please let me know now. ഈ 8 പേരുകളും കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഈ 8 പേരുകളും പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് മാത്രമാണ്. If you see these 8 names, the 8 names are with respect to the Holy Spirit. ഇനി നമുക്ക് പുത്രനുമായി ബന്ധപ്പെട്ടുള്ള പരിശുദ്ധാത്മാവിന്റെ പ്രധാനപ്പെട്ട ഒരു 5 പേരുകളുണ്ട്. നമുക്കതൊന്ന് ചിന്തിക്കാം. So with respect to the Son, there are 5 names of the Holy Spirit. We can think about that. ഒന്നാമത്തെ പേര് നമ്മൾ റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിലാണ് കാണുന്നത്. First name we can see in Romans 8 verses 9. അവിടെ ക്രിസ്തുവിന്റെ ആത്മാവെന്നാണ് എഴുതിയിരിക്കുന്നത്. Here it talks about the Spirit of Christ. അപ്പോൾ ഒന്നാമത് നാം കണ്ട പേര് ക്രിസ്തുവിന്റെ ആത്മാവെന്നുള്ളതാണ്. So the first name that we see is the Spirit of Christ. രണ്ടാമത് നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 4-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് കർത്താവിന്റെ ആത്മാവെന്നാണ്. So in Luke 4 verses 18, it says the Spirit of the Lord is on me. അപ്പൊ അവിടെ കൊടുത്തിരിക്കുന്നത് കർത്താവിന്റെ ആത്മാവെന്നാണ്. It says the Spirit of the Lord. കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ടെന്നാണ്. അപ്പൊ അത് കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട് എന്നുള്ളതാണ് രണ്ടാമത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. We can see here it says the Spirit of the Lord is on me because he has anointed me. So it says about the Spirit of the Lord. മൂന്നാമത് ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ സ്വപുത്രന്റെ ആത്മാവെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. So in Galatians 4 verse 6, we can see here the Spirit of his Son. അത് പരിശുദ്ധാത്മാവിനെ കുറിക്കുന്ന പദമാണ്. It talks about the Holy Spirit over there.
അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 7-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ യേശുവിന്റെ ആത്മാവെന്നാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പുത്രനുമായുള്ള ബന്ധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. In Acts 16 verse 7, it says Spirit of Jesus. കൂടാതെ നമ്മള് ഫിലിപ്പി ലേഖനത്തിലേക്ക് വരുമ്പോൾ 1-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. 1-ാം അധ്യായത്തിലേക്ക് വരാം. അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തുവിന്റെ ആത്മാവ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. So in Philippians 1 verse 19, we can see it talks about the Spirit of Jesus Christ. യേശുക്രിസ്തുവിന്റെ ആത്മാവ്. അപ്പോൾ ഇങ്ങനെ 5 പേരുകളാണ് നമ്മളിപ്പോൾ പുത്രനുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവിന് കണ്ടത്. So we have seen 5 names now with respect to the Son regarding the Holy Spirit. 1 ക്രിസ്തുവിന്റെ ആത്മാവ്, 2 കർത്താവിന്റെ ആത്മാവ്, 3 സ്വപുത്രന്റെ ആത്മാവ്, 4 യേശുവിന്റെ ആത്മാവ്, 5 യേശുക്രിസ്തുവിന്റെ ആത്മാവ്. So the Spirit of Christ, the Spirit of the Lord, Spirit of Son, Spirit of Jesus, and Spirit of Jesus Christ. ഇനി ആത്മാവിന്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ടുള്ള നാമങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. പ്രധാനപ്പെട്ട 4 പേരുകൾ. So the third one is with respect to the Spirit's behavior. There are 4 names. ഒന്നാമത്തെ പേര് ലൂക്കോസ് 1:25 വരുമ്പോൾ ലൂക്കോസ് 1 Luke 1:25. Luke 1 verses 35. It says the angel answered, the Holy Spirit will come on you and the power of the Most High will overshadow you. അവിടെ പരിശുദ്ധാത്മാവെന്നാണ് ഒന്നാമത് കൊടുത്തിരിക്കുന്ന പേര്. അത് ആത്മാവിന്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ടുള്ള പേരാണ്. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ അത്ര പരിശുദ്ധമാണ്. അതാണ് പരിശുദ്ധാത്മാവിന്റെ സ്വഭാവത്തെ കുറിക്കുന്നത്. So here to characterize the behavior of the Holy Spirit, it says that the Holy Spirit, to show how holy the Spirit is. ഈ രണ്ടാമത് നമ്മൾ യെശയ്യാ പ്രവചനത്തിലേക്ക് വരുമ്പോൾ 4-ാം അധ്യായം. Second one we see Isaiah 4. അതിന്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ the verse 3, ദഹനത്തിന്റെ ആത്മാവെന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. the spirit of fire. അത് ന്യായവിധിയുമായി ബന്ധപ്പെട്ടുള്ള ആത്മാവിന്റെ സ്വഭാവമാണ്. So it is related to the judgment. So spirit of fire, it relates to the behavior of the judgment. മൂന്നാമത് സത്യത്തിന്റെ ആത്മാവ്, യോഹന്നാൻ 14:16. So in John 14 verse 16 says the spirit of truth. എന്ന് പറഞ്ഞാൽ സത്യം വിട്ട് ആത്മാവിന് യാതൊരു കാര്യമില്ല. ആത്മാവിന്റെ ക്യാരക്ടറാണ് സത്യം. So there is nothing apart from truth, because the character of the Holy Spirit is truth. 4-ാമത് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 29-ാമത്തെ വാക്യത്തിൽ കൃപയുടെ ആത്മാവെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. So Hebrews 10 verses 29, we can see about the spirit of grace. അപ്പോൾ നമുക്ക് കൃപ നൽകുന്നവൻ, അവന്റെ ക്യാരക്ടർ തന്നെ കൃപ വ്യാപരിക്കും. So the person who gives us grace, his character reveals grace. അപ്പൊ 4 പേരുകൾ കണ്ട് നമ്മൾ പരിശുദ്ധാത്മാവ്, ദഹനത്തിന്റെ ആത്മാവ്, സത്യത്തിന്റെ ആത്മാവ്, കൃപയുടെ ആത്മാവ്. So we saw 4 names: the Holy Spirit, Spirit of fire, Spirit of grace, and Spirit of truth. ഇനി വിശ്വാസിയുമായുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവിന് 4 പേരുകൾ പറഞ്ഞിട്ടുണ്ട്. So with respect to a believer, there are 4 names of the Holy Spirit. റോമർ 8:15 വരുമ്പോൾ അവിടെ പുത്രത്വത്തിന്റെ ആത്മാവെന്ന് കൊടുത്തിട്ടുണ്ട്. So in Romans 8 verses 15, it says the spirit that you received, it brought your adoption to sonship.
പുത്രത്വത്തിന്റെ ആത്മാവ്. അത് വിശ്വാസിയുമായുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവിന് കൊടുത്തിരിക്കുന്ന ഒന്നാമത്തെ പേരാണ്. So with a believer, what it shows is the spirit which brought your adoption to sonship. രണ്ടാമത്തെ പേര് ശക്തിയുടെ ആത്മാവ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. The spirit of power is the second name. അത് 2 തിമോഥെയോസ് 1:7 നമുക്ക് പഠിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. 2 Timothy 1:7, we can see that the spirit God gives us it gives us power, love, and self-discipline. മൂന്നാമത് നമുക്ക് കാണാൻ കഴിയുന്ന റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ ജീവന്റെ ആത്മാവെന്ന് കാണാൻ കഴിയുന്നു. So the third one we can see is the spirit which gives us life. ജീവന്റെ ആത്മാവ്. Spirit which gives life. നാലാമത് നമുക്ക് കാണാൻ കഴിയുന്നത് വാക്തത്വത്തിൻ പരിശുദ്ധാത്മാവ് എന്നാണ്. Fourth one we can see is the promise of the Holy Spirit. നമുക്കതിന് മുമ്പേ നമ്മൾ വായിച്ച വാക്യം തന്നെ അതിന് വളരെ ഉദാഹരണമാണ്. അപ്പോസ്തലപ്രവൃത്തി 2:33. The verse we read earlier, Acts 2:33, we can use that. അപ്പോൾ 4 പേരുകളാണ് നമ്മൾ കണ്ടത്. പുത്രത്വത്തിന്റെ ആത്മാവ്, ശക്തിയുടെ ആത്മാവ്, വാക്തത്വത്തിൻ പരിശുദ്ധാത്മാവ്, ജീവന്റെ ആത്മാവ്. So we read 4 names: the spirit which brings us gives adoption to sonship, spirit of power, spirit which gives life, and the spirit which is a promise. ഇനി പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെ കാണിക്കുന്ന 8 നാമങ്ങൾ, 8 പേരുകൾ. So 8 names which actually represent the power or the acts of the Holy Spirit. അതിൽ ഒന്നാമത് നമുക്ക് പറയാൻ കഴിയുന്നത് പ്രവചനത്തിന്റെ ആത്മാവെന്നാണ്. വെളിപ്പാട് പുസ്തകം 19:10. In Revelation 19:20, we can see that it says that it is the spirit of prophecy. 20 അല്ല 19:10 എന്നാണ്. 19:10, sorry. അവിടെ പ്രവചനത്തിന്റെ ആത്മാവ്, ഇത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെ കാണിക്കുന്നതാണ്. Here it shows the acts or the works of the Holy Spirit. രണ്ടാമത്തേത് ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെ ആത്മാവെന്നാണ്. എഫേസ്യർ 1:17. In Ephesians 1:17, we can see that the spirit of wisdom and revelation. പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചാൽ ജ്ഞാനവും വെളിപ്പാടും ഒക്കെ ലഭിക്കും എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടുള്ള പേരാണ് ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെ ആത്മാവ്. So here we can see that when the spirit works, we can get wisdom and revelation. That is why it is called here as the spirit of wisdom and revelation. മൂന്നാമത്തെ പേര് മശിഹയുടെ മേലുള്ള 7 ആത്മാക്കൾ എന്നാണ് നമ്മൾ അതിനെ വിശേഷിപ്പിക്കുന്നത്. The third one is the spirit, the 7 spirits which is on Messiah. യെശയ്യാപ്രവചനം 11-ാം അധ്യായത്തിന്റെ 2 മുതലുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തുവിന്റെ മേലുള്ള 7 തരത്തിലുള്ള ആത്മാവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ജ്ഞാനത്തിന്റെ ആത്മാവ്, വിവേകത്തിന്റെ ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്, ഇത് ഓരോന്ന് പേരെടുത്ത് പറയാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ മശിഹയുടെ മേലുള്ള 7 ആത്മാവ് ഒറ്റ ഹെഡിങ്ങിൽ അങ്ങ് പറഞ്ഞത്. ഈ 7 ആത്മാവ് ഏതാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ 11:2 വായിച്ചാൽ മതി. എനിക്കത് വായിച്ചു കളയാൻ സമയമില്ല. So the 7 spirits which is on Messiah, we can read that in Isaiah 11:2 onwards. It says 7 spirits, spirit of wisdom, understanding, and all that. ഇനി അത് കൂടാതെ നാലാമത് യെശയ്യാപ്രവചനം 4-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യവുമായി ബന്ധപ്പെട്ട് ന്യായവിധിയുടെ ആത്മാവെന്ന് പരിശുദ്ധാത്മാവിനെ വിശേഷിപ്പിക്കാം. So in Isaiah 4:3, it is talking about the spirit which actually brings about judgment. അഞ്ചാമത് മഹത്വത്തിന്റെ ആത്മാവ്, spirit which brings glory. 1 പത്രോസ് 4:14. 1 Peter 4:14. മഹത്വത്തിന്റെ ആത്മാവ്, spirit of glory.
ആറാമത് നാം കാണുന്നത് കാര്യസ്ഥൻ എന്നാണ് കാണുന്നത്. യോഹന്നാൻ 14:16 തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. So in John 14 verses 16, it talks about കാര്യസ്ഥൻ. advocate. ഏഴാമത് സ്നേഹത്തിന്റെ ആത്മാവ്. Seventh one is the spirit of love. 2 തിമോഥെയോസ് 1:7. 2 Timothy 1 verses 7. എട്ടാമത്തെ സുബോധത്തിന്റെ ആത്മാവ്. 8th one is a spirit of sound mind. അതും അവിടെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 2 തിമോഥെയോസ് 1:7 കൊടുത്തിട്ടുണ്ട്. 2 Timothy 1 verse 7, it is mentioned there as well. സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്ര ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രവചനത്തിന്റെ ആത്മാവ്, ജ്ഞാനത്തിന്റെ വെളിപ്പാടിന്റെ ആത്മാവ്, മശീകയുടെ മേലുള്ള 7 ആത്മാക്കൾ, ന്യായവിധിയുടെ ആത്മാവ്, മഹത്വത്തിന്റെ ആത്മാവ്, കാര്യസ്ഥൻ, സ്നേഹത്തിന്റെ ആത്മാവ്, സുബോധത്തിന്റെ ആത്മാവ്, ഇങ്ങനെ 8 പേരുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ടോട്ടൽ 29 പേരുകൾ പരിശുദ്ധാത്മാവുമായുള്ള ബന്ധത്തിൽ 5 കാറ്റഗറികളായി തിരിച്ച് നാം ചിന്തിച്ചു കഴിഞ്ഞു. So the 7 ones are the spirit of the acts, the works is of prophecy, wisdom and revelation. 7 spirits are Messiah, judgment, glory, advocate, and of love, and of a sound mind. So like this, we are seeing all the different categories. അപ്പോൾ നമ്മൾക്ക് ഈ പേരുകൾ കേൾക്കുമ്പോൾ ഇത് പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ടാണെന്നുള്ള കാര്യം നമുക്ക് വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ടതാണ്. When we hear these names, we should understand or take very seriously that this is with respect to the Holy Spirit. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ടോപ്പിക്ക് പരിശുദ്ധാത്മാവിന്റെ നിഴലുകളും സാദൃശ്യങ്ങളും എന്നുള്ള വിഷയമാണ്. So next we are going to talk about the similarities of the Holy Spirit. ഇത് പറയുമ്പോൾ ഒരു കാര്യം അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടി പറയുന്നു, ഇത് നിഴലുകളാണ്. ഇതിനെ നിങ്ങൾ പൂർണ്ണമായും പരിശുദ്ധാത്മാവെന്ന് കരുതേണ്ട ആവശ്യമില്ല. ഇത് നിഴലുകൾ മാത്രമാണ്. നിഴലിനെ നിഴലായി മാത്രം കണ്ടാൽ മതി. So this is something which is like a shadow, or which foreshadows the Holy Spirit. It is just shadows of the Holy Spirit. ഇതിന്റെ പൊരുളാണ് പരിശുദ്ധാത്മാവ്. The Holy Spirit is what is revealed through it. 5 കാര്യങ്ങളോടാണ് പ്രധാനമായും പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവിനെ നിഴലായി അല്ലെങ്കിൽ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. There are 5 things in the Holy Spirit which the Holy Spirit is likened to 5 things in the Old Testament. ഒന്നാമത് പ്രാവ് എന്നുള്ളതാണ്. The first one is dove. രണ്ടാമത് വെള്ളം. Second one is water. മൂന്നാമത് എണ്ണ. Third one oil. നാലാമത് കാറ്റ്. Fourth one is wind. അഞ്ചാമത് തീയ്. Fifth one is fire. ഇങ്ങനെ 5 കാര്യങ്ങളോടാണ് പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവിനെ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. The Holy Spirit is likened to these 5 things in the Old Testament. ഈ 5 കാര്യങ്ങൾ ഓരോന്നായിട്ട് ഞാനൊന്ന് വിശദീകരിക്കാൻ പോവുകയാണ്. I'm going to describe all the 5 things. ഇത് ഈ വസ്തുക്കളല്ലാതെ പഴയ നിയമത്തിൽ ഒരു വ്യക്തിയെ പരിശുദ്ധാത്മാവുമായി സാദൃശ്യപ്പെടുത്തിയിട്ടുണ്ട്. അത് എലയാസറാണ്. So apart from these 5 things or subjects, there is a person whom Holy Spirit is shown or likened to, and that is Eleazar. ഒന്നാമത് നമ്മൾ ചിന്തിക്കുന്നത് പ്രാവ് എന്നതിനെ കുറിച്ചാണ്. First one we're thinking about is a dove. അങ്ങനെ പ്രധാനമായും പറയാനുള്ള കാരണം നമുക്കറിയാം, യേശുവിന്റെ സ്നാന സമയത്ത് പരിശുദ്ധാത്മാവ് പ്രാവ് എന്ന രൂപത്തിലാണ് യേശുവിന്റെ മേലേക്ക് വരുന്നത്. So we primarily say that because the Holy Spirit descended upon Jesus during his baptism as the form of a dove. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 32-ാം വാക്യത്തിൽ John 1 verse 32. യോഹന്നാൻ സാക്ഷ്യം പറയുന്നുണ്ട്. സ്നാപക യോഹന്നാൻ സാക്ഷ്യം പറയുന്ന ഭാഗമാണത്.
So we can see the testimony of John the Baptist. അദ്ദേഹം പറയുന്നു, ആത്മാവ് ഒരു പ്രാവ് പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു, അത് അവന്റെ മേൽ വസിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. He says here, I saw the Spirit come down from heaven as a dove and remain on him. അപ്പോൾ അവിടെ തന്നെ നിഴലുമുണ്ട്, പൊരുളും എഴുതിയിട്ടുണ്ട്. അവിടുത്തെ നിഴലാണ് പ്രാവ്, പൊരുളാണ് ആത്മാവ്. So there we can see that the shadow here is actually a dove, and the revelation is actually the Holy Spirit. പ്രാവിന്റെ സ്വഭാവം എന്താണ്? What is the behavior or character of a dove? രണ്ട് സ്വഭാവങ്ങളാണ് പ്രധാനമായും. It has two characters mainly. പ്രാവിനെ പൊതുവെ നിഷ്കളങ്ക ജീവി എന്നാണ് അറിയപ്പെടുന്നത്. Dove is generally known as an innocent being. രണ്ടാമത് സമാധാന പ്രതീകമായിട്ടാണ് പ്രാവിനെ അറിയപ്പെടുന്നത്. Dove is a symbol of peace. ഉത്തമഗീതം 6-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, In Song of Songs 6 verses 9, അവിടെ എന്റെ പ്രാവും എന്റെ നിഷ്കളങ്കയുമായവളോ ഒരുത്തി മാത്രമെന്നാണ് എഴുതിയിരിക്കുന്നത്. but in that verse it says, but my dove, my perfect one, is unique, the only daughter of her mother. അപ്പോൾ അവിടെ എന്റെ പ്രാവും എന്റെ നിഷ്കളങ്കയുമായുള്ളവോ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് പ്രാവിന്റെ ഒരു സ്വഭാവമാണ് നിഷ്കളങ്കത. In that place it says, my dove, it is perfect, it is innocent. So one of the characters is that it is innocent. അപ്പൊ പ്രാവിന്റെ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് സ്വഭാവമായി പറയാൻ പറ്റുന്നത്. ഒന്ന് സമാധാന പ്രതീകം, രണ്ട് നിഷ്കളങ്കത. So two characters we can talk about in a dove. One is its symbol of peace, and that it is innocent. പൊരുളായ പരിശുദ്ധാത്മാവിലേക്ക് നാം നോക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ ഈ രണ്ട് സ്വഭാവങ്ങളുമുണ്ട്, നിഷ്കളങ്കതയുമുണ്ട്, സമാധാനവും പരിശുദ്ധാത്മാവിൽ നിന്ന് പുറത്തു വരുന്നു. When we look at the revelation of the Holy Spirit, we can see that both innocence as well as peace is there, resides in the Holy Spirit. കാരണം നമ്മൾ ഈ നിഴലും പൊരുളും പഠിക്കുമ്പോൾ പ്രാവിന്റെ എല്ലാ സ്വഭാവവും ഒന്നും പരിശുദ്ധാത്മാവിനില്ല, പരിശുദ്ധാത്മാവിനുള്ള സ്വഭാവം മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതിന് നിഴലിനെ നിഴലായിട്ട് തന്നെ കാണണം എന്ന് ഞാൻ പറയാൻ കാരണം പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധാത്മാവ് തന്നെയാണ്. When you are likening the spirit to a dove, it doesn't mean that all the characteristics in a dove is there in the spirit. We are just looking at certain characteristics which is there in the dove which we see in the spirit. That is why we say we should learn it as a shadow as it is. രണ്ടാമത് വെള്ളത്തോടാണ് പരിശുദ്ധാത്മാവിനെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. Second one, we can see that the Holy Spirit is likened to water. യോഹന്നാൻ 7-ാം അധ്യായം അതിന് 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. John 7 verses 37 to 39. ഇവിടെ കൂടാരപ്പെരുന്നാൾ നടക്കുക. Here the festival of the tents is actually happening. അവിടെ ഈ പ്രത്യേക ഒരു ആചാരം ഉണ്ടായിരുന്നു. ഈ ശീലോഹോം കുളത്തിൽ നിന്ന് വെള്ളം കോരിയെടുത്ത് പുരോഹിതന്മാർ ആലയത്തിൽ കൊണ്ടുവന്ന് 7 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്ത് വെള്ളം ഒഴിക്കുന്ന ഒരു പ്രത്യേക ചടങ്ങുണ്ടായിരുന്നു. അപ്പൊ യേശു ഈ പാരമ്പര്യത്തെ ഖണ്ഡിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഭാഗമാണ് നമ്മൾ ഈ 7-ാം അധ്യായം 37 മുതൽ 39 വരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. So we can see that during this festival of the tents, there was a tradition where the priest would take water from the pool of Shiloh, and then they will go around the altar 7 times and offer it. So Jesus is actually rebuking that, and he's saying over here from the verse 37-39. ഇവിടെ ജീവജല നദികൾ എന്നൊക്കെയാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് 38-ാം വാക്യത്തിൽ പറഞ്ഞത്. ജലത്തോടാണ് അല്ലെങ്കിൽ വെള്ളത്തോടാണ് ആത്മാവിനെ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊരു നിഴലാണ്. So here we can see that it talks about rivers of living water, and that is how it is likened to the spirit. That is also like a shadow. ഇതിന്റെ പൊരുളാണ് 39-ാം വാക്യത്തിൽ. ഇതിന്റെ പൊരുളാണ് 39-ാം വാക്യത്തിൽ. So in the revelation is there in the verse 39. ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ആ വെള്ളം എന്നവിടെ ജീവജലത്തിന്റെ നദിയെന്നോ വെള്ളമെന്നോ ഒക്കെ അവിടെ വിശേഷിപ്പിച്ചത് അത് വേറെ വെള്ളമല്ല, സാക്ഷാൽ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറഞ്ഞത്.
ആ പരിശുദ്ധാത്മാവെന്ന പൊരുളിന് നിഴലായിട്ടാണ് വെള്ളം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. So here it says, by this he meant the Spirit whom those who believed in him were to receive. So here it's actually likening the Spirit to water. ഈ നമ്മള് പഠിച്ചാല് ഈ വെള്ളം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന് നിഴലായിട്ട് മാത്രമല്ല, ദൈവ വചനത്തിന് നിഴലായിട്ടും വെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. So we can liken the water to not just the Holy Spirit. We can use that to liken even the Word of God. അത് നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം വായിച്ചാൽ മതി. നിക്കോദിമോസുമായുള്ള ബന്ധത്തിൽ വീണ്ടും ജനനത്തെ കുറിച്ച് പറയുമ്പോൾ യേശു വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം നമുക്ക് വായിച്ചാൽ യേശു പരിശുദ്ധാത്മാവുമായുള്ള ബന്ധത്തിലും വചനവുമായുള്ള ബന്ധത്തിലും വെള്ളമാണ് നിഴലായി നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. So here we can see that Jesus, when he's talking to Nicodemus, he's saying that no one can enter the kingdom of God unless they are born of water and the Spirit. So when he talks about water here, he's actually talking about the Word of God and the Spirit. നമ്മള് വെള്ളത്തിന്റെ സ്വഭാവങ്ങളെ നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. We can look at the characteristics of water. വെള്ളം ഒന്നാമത് ഉപയോഗിക്കുന്നത് കഴുകലിന് വേണ്ടിയാണ്. Water is first used for washing, majorly, first characteristic. കുറച്ചുകൂടെ പറഞ്ഞാൽ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. For cleaning or cleanliness. പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവും ശുദ്ധീകരണ ശുശ്രൂഷയാണ്. I think he got stuck. Let's Praise the Lord, praise the Lord. yeah. Praise the Lord. കേൾക്കാൻ പറ്റുന്നുണ്ടോ? അല്പം കേൾക്കാം. ഇവിടെ വൈഫൈ ആയിരുന്നു ഉപയോഗിച്ചോണ്ടിരുന്നത്, കറണ്ട് പോയി, അതുകൊണ്ടാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് കഴുകലിന് വേണ്ടിയായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. So we can see that the Holy Spirit is used in the New Testament for cleaning or sanctification. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പൊ നമ്മൾ പറയാറുണ്ട്, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പരിശുദ്ധാത്മാ ബോധ്യം വരുത്തുന്നു എന്ന് പറയാറുണ്ട്. അത് ശുദ്ധീകരണവുമായുള്ള ബന്ധത്തിലാണ് പറയുന്നത്. So Spirit will actually make us known about sin and righteousness. So that is why we say that the Spirit will clean us. അവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഈ പെന്തക്കോസ്തുകാർ പൊതുവെ പറയാറുണ്ട്, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പരിശുദ്ധാത്മാ ബോധ്യം വരുത്തുമെന്ന് പറയാറുണ്ട്. I think he'll join back soon. I think his power gone again. Hallelujah. Thank you, Jesus. Thank you, Jesus. Hallelujah. Hallelujah. Harabashyanda Thank you, Radha Jesus. Radha Radha Hallelujah. Radha Thank you, Shambhavana Jesus. Vanavasyanda Risatha Saradhana Hallelujah. Thank you, Jesus. Hallelujah. Join back. Shara Vara 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 Sundari Sundarbana Gana Gadiyandari Sundarbana Vara 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 Rukara Vara Vara Hallelujah. 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 Thank you, Jesus. Hallelujah. Thank you, Jesus. Thank you, Jesus. Hallelujah. കേൾക്കുന്നുണ്ടല്ലോ? Yes. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുക എന്നുള്ള ആ ചിന്ത നമ്മളുമായുള്ള ബന്ധത്തിലല്ല, അത് ലോകവുമായുള്ള ബന്ധത്തിലുള്ള ഒരു കൺസെപ്റ്റാണ്. നമുക്ക് അങ്ങനെ ബോധ്യം വരുത്തുന്ന ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. നിങ്ങള് സംശയമുള്ളവ യോഹന്നാൻ 16-ാം അധ്യായത്തിന്റെ
8-ാം വാക്യം നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. In verse 8, he talks about when he talks about that the Holy Spirit will make known about sin and righteousness and judgment. He's talking about the world, where those in the world he will actually prove to the world about sin and righteousness and judgment. അപ്പൊ ആർക്കാ ബോധ്യം വരുത്തുന്നത്? So to whom he will make known? ലോകത്തിന് ബോധം വരുത്തുന്നതായിരിക്കും. നമ്മൾ ലോകക്കാരല്ല. So it is to the world. And നിങ്ങളാണല്ലോ എനിക്കറിയത്തില്ല, ഞാനല്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. it is about the worldly people. It is not for us. I know that I'm not of the world. I don't know about you. നമ്മുടെ അകത്തെന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ ബോധ്യം വരുത്തുന്ന കാര്യമില്ല. നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ട്. അവൻ സകല സത്യത്തിൽ നമ്മളെ വഴി നടത്തുക. So when the Holy Spirit resides in us, he will lead us in all truth. അപ്പൊ ഒന്നാമത് ഇത് കഴുകലിന് വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ ഉപയോഗിക്കുന്നത്. അതാണ് വെള്ളം കാണിക്കുന്ന കഴുകലിനെയാണ്. നമുക്കത് കുറച്ചുകൂടി ക്ലാരിറ്റി ചെയ്യാൻ വേണ്ടി 1 പത്രോസിന്റെ ലേഖനത്തിലേക്ക് പോകാം. 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. 1 Peter 1 verse 2, we can see in more clarity about the cleaning power of the Holy Spirit. അവിടെ ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ചു എന്നൊരു പദം എഴുതിയിട്ടുണ്ട്. ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിക്കുക. Here it says the sanctifying work of the Spirit. അപ്പോൾ വെള്ളം ഒന്നാമത് കാണുന്നത് കഴുകലിനെയാണെങ്കിൽ പരിശുദ്ധാത്മാ പുതിയ നിയമത്തിൽ കഴുകൽ ചെയ്യുന്നു. So if you can see the first characteristic of water is to clean, we can see that in the New Testament the Holy Spirit does the sanctifying work or cleaning work. രണ്ടാമത് വെള്ളം ദാഹത്തിന്റെ ശമനത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ ഉപയോഗം. So the second characteristic of water is to quench the thirst. ദാഹത്തിന്റെ ശമനത്തിന് വേണ്ടിയാണ് വെള്ളം ഉപയോഗിക്കുന്നതെങ്കിൽ പരിശുദ്ധാത്മാവുമായുള്ള ബന്ധത്തിലും നമ്മുടെ ആത്മീക ദാരിദ്ര്യം മാറ്റുന്നത് പരിശുദ്ധാത്മാവാണ്. The Holy Spirit, if water is being used to quench thirst, we can see with regards to Spirit, the Spirit is what removes or moves away our spiritual thirst. ഇനി നമ്മള് ഈ 2 സ്വഭാവങ്ങൾ കഴുകലുമായി ബന്ധപ്പെട്ടും ദാഹം അകറ്റുന്ന ഈ 2 സ്വഭാവങ്ങൾ വെള്ളത്തിന് ഉള്ളതുപോലെ പരിശുദ്ധാത്മാവിനും പുതിയ നിയമത്തിൽ നാം കാണുന്നു. So we can see that the Holy Spirit, the way the characteristics waters, the Holy Spirit is doing that in the New Testament. ഇനി മൂന്നാമത് നമ്മൾ ചിന്തിക്കുന്നത് നിഴലായിട്ട് നമ്മൾ പറഞ്ഞത് എണ്ണയാണ്. The third one, what we are talking about, is oil. പഴയ നിയമത്തില് ഈ എണ്ണ കൂടുതലായി പരാമർശിച്ചിരിക്കുന്നത് അഭിഷേകം ചെയ്യുമെന്നതുമായി ബന്ധപ്പെട്ടാണ്. അഭിഷേകവുമായി ബന്ധപ്പെട്ടാണ്. In the Old Testament, we can see that oil is mostly used for the anointing. അഭിഷേകം ചെയ്തിരുന്നത് തൈലം, എണ്ണ ഇവയൊക്കെ കൊണ്ടാണ്. They used to anoint with the oil on the flask of oil. പുതിയ നിയമത്തിൽ അഭിഷേകം ചെയ്യാൻ ഉപയോഗിക്കുന്ന തൈലം പരിശുദ്ധാത്മാവിനെ കൊണ്ടാണ്. In the New Testament, the balm or the oil that is used is the Holy Spirit to anoint. ഇനി എണ്ണ എന്തിനാണ് ഉപയോഗിക്കുന്നത്, എണ്ണയുടെ സ്വഭാവം എന്താണെന്ന് നമുക്ക് നോക്കാം. So why we use oil, and we can see the behavior or the characteristics of oil. ഒന്നാമതായിട്ട് വിളക്ക് നിരന്തരം കത്തിക്കാനാണ് എണ്ണ പഴയ നിയമത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. So in the Old Testament, we can see that for a lamp to continuously burn, we use oil. പ്രകാശം പരത്തുവാൻ വേണ്ടിയായിരുന്നു. It is to bring light or to spread light. സമാഗമന കൂടാരമൊക്കെ അതിന്റെ വലിയ ഉദാഹരണമാണ്. We can see the tabernacle as an example for that. ഇതുപോലെ തന്നെയാണ് പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിലെ പ്രകാശം നമുക്ക് പരത്തി തരുന്നത് പരിശുദ്ധാത്മാവാണ് പുതിയ നിയമത്തിൽ. In the New Testament, the Holy Spirit is what brings the light of the word to us. അതുകൊണ്ട് പുതിയ നിയമത്തിൽ വചനത്തിന്റെ ആത്മപ്രകാശം നമുക്ക് നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. So in the New Testament, the revelation of the word is actually given to us by the Holy Spirit.
അപ്പൊ ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ സമാഗമന കൂടാരത്തിലെ വിളക്ക് കത്തുന്ന പോലെ നിരന്തരം കത്തിക്കൊണ്ടിരുന്നാൽ നാം വായിക്കുന്ന തിരുവെഴുത്തുകളിൽ വലിയ പ്രകാശനം നമുക്ക് പരിശുദ്ധാത്മാവ് നൽകി തരും. If the Holy Spirit is actually inside us, is burning like how the oil in the lamp was burning inside the tabernacle, we will get great revelation of the word. രണ്ടാമതായി എണ്ണ പഴയ നിയമത്തിൽ ഉപയോഗിക്കുന്നത് അഭിഷേകം ചെയ്യാനാണ്. The second, what we can see the characteristic of the oil, it's used for anointing. രാജാക്കന്മാരെയും പുരോഹിതന്മാരെയും പ്രവാചകന്മാരെയും അഭിഷേകം ചെയ്യാനാണ് പഴയ നിയമത്തിൽ എണ്ണ ഉപയോഗിച്ചിരുന്നത്. We can see that oil is used to anoint kings, priests, and prophets in the Old Testament. പുതിയ നിയമത്തിൽ നാം ഈ മൂന്ന് വിധ അഭിഷേകം നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തോടു കൂടിയാണ്. In the New Testament, these three types of anointing that we receive is due to the anointing of the Holy Spirit. അതിനകത്തു നിന്നുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ പഴയ നിയമത്തിൽ ഈ മൂന്ന് അഭിഷേകം കൂടെ ഒരുമിച്ച് കിട്ടിയവരാരുമില്ല. So we can see the example for that is in the Old Testament. We can see that all these three anointing nobody has got. ഒന്നെങ്കിൽ പ്രവാചകനും പുരോഹിതനുമായിട്ടുണ്ട്, അല്ലെങ്കിൽ രാജാവും പ്രവാചകനുമായിട്ടുണ്ട്. പക്ഷെ ഇത് മൂന്നും കൂടെ ആയവരാരെയും കാണുന്നില്ല. We can see that all three none have got either they got prophet and or priest or priest and king like that. പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ മൂന്ന് അഭിഷേകം കൂടെ ഒരുമിച്ചാണ് ലഭിച്ചിരിക്കുന്നത്. In the New Testament, we can see that we have received all three anointing. 1 പത്രോസ് 2:9 നമ്മൾ വായിക്കുമ്പോൾ First Peter 2:9 when we read, അവിടെ രാജകീയ പുരോഹിത വർഗമാണ് നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ രാജകീയമാണ് പുരോഹിതവും. we can see here that it is written a chosen people, a royal priesthood, and a holy nation. അപ്പൊ രാജകീയ അഭിഷേകം നമുക്കുണ്ട്, പുരോഹിത അഭിഷേകമുണ്ട്. We can see that we have a royal anointing and a priesthood anointing. അതേ വാക്യത്തിൽ തന്നെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം എന്ന് കൊടുത്തിട്ടുണ്ട്. വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുന്നതാണ് പ്രവാചക ദൗത്യം. And in the same verse it says that you may declare the praises of him who called you. That the person who does that is a prophet. പഴയ നിയമത്തിൽ അഭിഷേകം ചെയ്യാൻ എണ്ണ ഉപയോഗിച്ചിരുന്നെങ്കിൽ പുതിയ നിയമത്തിൽ മൂന്ന് അഭിഷേകം കൂടെ ഒരുമിച്ച് നമുക്ക് ലഭിക്കാൻ നമ്മെ അഭിഷേകം ചെയ്ത അഭിഷേക വസ്തുവാണ് പരിശുദ്ധാത്മാവ് എന്ന പൊരുൾ. We can see that in the New Testament, the Holy Spirit is used to anoint us in all these three manners. നാലാമതായി നമ്മൾ കാറ്റിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. നാലാമത്തെ നിഴൽ. The fourth likening is to a wind. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. John 3:8. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിക്കോദിമോസിനോട് യേശു പറഞ്ഞ ഒരു ഭാഗമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. It says here about the Holy Spirit, how Jesus is talking to Nicodemus. കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നുവെങ്കിലും അത് എവിടെ നിന്ന് വരുന്നു എന്ന് എവിടേക്ക് പോകുന്നെന്ന് അറിയുന്നില്ല. അപ്പൊ കാറ്റുമായി ബന്ധപ്പെട്ടാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത്. Here it says that the wind blows wherever it pleases and you hear its sound. So here it says, so it is with everyone born of the Spirit. So here it is likening the Spirit to a wind. അവിടെ ആത്മാവിന്റെ ജനനത്തെ കുറിച്ച് പറയാൻ യേശു ഉദാഹരണമായി നിക്കോദിമോസിനോട് എടുത്തത് കാറ്റിനെ കുറിച്ചാണ്. Here, being born of the Spirit, Jesus is using the wind in explaining to Nicodemus. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാറ്റിനെ നമുക്ക് കാണാൻ കഴിയത്തില്ല, പക്ഷെ കാറ്റിന്റെ ഫലങ്ങൾ അനുഭവിക്കാൻ കഴിയും. Here it says that we cannot see the wind, but we can actually experience the fruit of the wind. ഇതുപോലെയാണ് പരിശുദ്ധാത്മാവ്. പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിനെ നമുക്ക് കാണാൻ കഴിയത്തില്ല, പക്ഷേ അവന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നു. So it's the same with the Holy Spirit. We cannot see the Holy Spirit, but we can experience the power of the Holy Spirit. കാറ്റ് അദൃശ്യമാണ്, എന്നാൽ ശക്തമാണ് കാറ്റ്. The wind is invisible, but it is very powerful.
പരിശുദ്ധാത്മാവും വളരെ ശക്തമാണ്, എന്നാൽ അദൃശ്യമാണ്. The Holy Spirit is very powerful, but it is invisible. അഞ്ചാമതായി നമ്മൾ ചിന്തിക്കുന്ന നിഴല് തീയാണ്. The fifth lightning that we see is still fire. അപ്പോസ്തലപ്രവൃത്തി 2:3 Acts 2:3. ജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവർ ഓരോരുത്തരും മേൽ പതിഞ്ഞു. It talks about tongues of fire. ഇവിടെ പരിശുദ്ധാത്മാവിനെ നിഴലായി പറഞ്ഞിരിക്കുന്നത് തീയുമായി ബന്ധപ്പെടുത്തിയാണ്. Here Holy Spirit is likened to a fire. പഴയ നിയമം നമ്മൾ പഠിച്ചാല് പലയിടത്തും പഴയ നിയമത്തിൽ തീ വെളിപ്പെട്ട പറയുന്നുണ്ട്. In many places in the Old Testament, it is talking that the fire came down. ഒരു രണ്ട് ഭാഗങ്ങൾ നമുക്ക് നോക്കാം. രണ്ട് മൂന്ന് ഭാഗങ്ങൾ നോക്കാം. പഴയ നിയമത്തിൽ തീ വെളിപ്പെട്ട 2-3 ഭാഗങ്ങൾ. We can see 2-3 places where the fire was revealed. ഒന്നാമത് പുറപ്പാട് പുസ്തകം 3:2. In first place, we can see in Exodus 3:2. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മുൾപ്പടർപ്പിൽ വെളിപ്പെട്ട് വന്ന ആ തീയെ കുറിച്ചാണ് നമ്മളിവിടെ കാണുന്നത്. So here we can see that flames of fire from within a bush. പക്ഷെ ആ തീക്കകത്തു നിന്നാണ് യഹോവ മോശയോട് സംസാരിക്കുന്നത്. But we can see that God is talking to Moses from that fire. അപ്പോൾ ഇവിടെ വെളിപ്പെട്ട് വന്ന ഈ തീ ദൈവ സാന്നിധ്യത്തെ കാണിക്കുകയാണ്. Here the fire that came out, it is showing the presence of God. കാരണം മുൾപ്പടർപ്പ് കത്തുന്നെന്നായിരിക്കുന്നത്, പക്ഷെ അത് വെന്തു പോകുന്നില്ല. നമ്മൾ അത് തന്നെയല്ല, ഈ താഴോട്ട് വായിക്കുമ്പോൾ മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്ന് മോശയെ എന്ന് വിളിക്കുന്നത്. അപ്പം മുൾപ്പടർപ്പ് തീ കത്തിക്കൊണ്ടിരിക്കുന്നു, ആ മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്ന് വിളിച്ചെന്ന് പറഞ്ഞ തീക്കകത്തു നിന്നാണ് ദൈവശബ്ദം വെളിപ്പെട്ടു വന്നത്. So we can see here that the bush is actually on fire, but it is not getting burned, and we can see that God is calling to him from that bush, from that fire, Moses. അപ്പോൾ തീയിലൂടെ മോശ ദൈവ സാന്നിധ്യം അനുഭവിച്ചു. So we can see that Moses experiencing the power of God through fire. ഇതുപോലെയാണ് പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയും. The same way, this is how we can experience the power of the Holy Spirit in the New Testament. പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് തൃത്വത്തെ എക്സ്പീരിയൻസ് ചെയ്യാൻ അനുഭവിക്കാൻ കഴിയും. We can experience the Trinity through the power of the Holy Spirit. രണ്ടാമത് പുറപ്പാട് പുസ്തകം 13:21. Exodus 13:21. അവിടെ എഴുതിയിരിക്കുന്നത്, അവർ പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിലും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. അഗ്നിസ്തംഭം അഗ്നിയായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. So here we can see that to guide them on their way in a pillar of fire to give them light by day. മേഘസ്തംഭം അഗ്നിസ്തംഭം. You can see a pillar of cloud and a pillar of fire. ഇത് ദൈവത്തിന്റെ സംരക്ഷണത്തെ കുറിക്കുന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന അഗ്നിസ്തംഭം. Here we can see the protection of God when it says a pillar of cloud. അപ്പം ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇസ്രായേലിന്റെ സംരക്ഷണമായിട്ട് ഈ അഗ്നിസ്തംഭം പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ അഗ്നിസ്തംഭം യഹോവയായിരുന്നു നമ്മുടെ താഴോട്ട് വായിക്കും മനസ്സിലാകുന്നുണ്ട്. Here we can see that when the Israelites were traveling, the Lord went ahead of them in a pillar of cloud. So God was protecting them. താഴോട്ട് വായിക്കേണ്ട കാര്യമില്ല, 21-ാം വാക്യത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. Here we don't need to read down because we can see in the verse 21, by day the Lord went ahead of them in a pillar of cloud. അപ്പോൾ പഴയ നിയമത്തിൽ ഈ അഗ്നിസ്തംഭം യഹോവയുടെ സംരക്ഷണമാണെങ്കിൽ, പുതിയ നിയമ വിശ്വാസികളായ നാം മനസ്സിലാക്കുന്ന ഒരു കാര്യം, പരിശുദ്ധാത്മാവ് ഈ തലമുറയിൽ നമ്മുടെ സംരക്ഷകനാണ്. So if the Holy Spirit is a pillar of cloud in the Old Testament, we can see that the Holy Spirit is actually protecting us in the New Testament as well. ലേവ്യ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം. In Leviticus 9:24.
fire അവിടെ came. Pastor, യാഗപീഠത്തിന്മേലുള്ള ഹോമയാഗവും മേധസ്സും ദഹിപ്പിച്ചു. ജനം ഹലോ ഹലോ ഇപ്പൊ ശരിയായി പാസ്റ്റർ, ബ്രേക്ക് ആയിരുന്നു ഇടയ്ക്ക്. അവിടെ ലേവ്യ പുസ്തകം 9:24. So in Leviticus 9 verse 24. യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ട് യാഗപീഠത്തിന്മേലും ഹോമയാഗത്തെയും മേധസ്സിനെല്ലാം ദഹിപ്പിച്ചു. ജനമെല്ലാം അത് കണ്ടപ്പോൾ ആർത്ത് സാഷ്ടാംഗം വീണു. We can see here that fire came out from the presence of the Lord and consumed the burnt offering and the fat portions on the altar. And when the people saw it, they shouted for joy and fell face down. ഇവിടെ യഹോവയുടെ സന്നിധിയിൽ നിന്ന് യാഗപീഠത്തിലേക്ക് ഇറങ്ങി വന്ന തീയ് ദൈവിക അംഗീകാരത്തെ കാണിക്കുന്നതാണ്. ദൈവിക അംഗീകാരം. So we can see that the fire which came from the presence of the Lord, it actually shows the recognition from heaven, from the Lord. യാഗപീഠത്തിൽ യാഗവസ്തു വെച്ചപ്പോൾ അത് അംഗീകരിച്ചു എന്നുള്ളൊരു തെളിവായിട്ടാണ് യഹോവയുടെ തീ ഇറങ്ങി വന്നതിനെ ദഹിപ്പിച്ചത്. So the altar, whatever was kept on the altar, if it was consumed, it shows that God gave them a divine recognition. അപ്പൊ ദൈവം യാഗത്തെ അംഗീകരിച്ചെന്നുള്ള തെളിവായിട്ടാണ് ദൈവം തീ ഇറക്കിയത്. We can see that that God recognized the burnt offering. That is why fire came from heaven. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് 1 രാജാക്കന്മാർ 18 ഏലിയാവ് യാഗപീഠം പണിത് യാഗവസ്തുവിനെ ഒരുക്കി വെച്ചു. ആ യാഗത്തെ ദൈവം അംഗീകരിച്ചു എന്നുള്ള തെളിവായി ദൈവം സ്വർഗത്തിൽ തീ അയച്ചെന്നെ ദഹിപ്പിക്കുന്നത്. So we can see that in 1 Kings 18, where the altar and whatever was kept on the altar was burned. That is because God recognized that. You can see in ഇവിടെ തീ എന്ന് പറയുന്നത് ദൈവിക അംഗീകാരത്തെ കാണിക്കുന്നതാണെങ്കിൽ, പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിനെ ഒരാൾക്ക് ദൈവം കൊടുക്കുന്നത് ദൈവത്തിന്റെ അംഗീകാരം ദൈവം വെളിപ്പെടുത്തുകയാണ്. If we see here that fire is a recognition of God's acceptance in the New Testament, we can see that Holy Spirit is given to people whom God has accepted. Pastor. Hallelujah. Thank you, Jesus. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുമ്പോൾ ദൈവം നിങ്ങളെ അംഗീകരിക്കും എന്നുള്ളൊരു തെളിവാണത്. When you receive the Holy Spirit, that God is recognizing you or accepting you, that is the sign. യേശുവിനെ വിശ്വസിക്കുന്ന നിമിത്തം പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളെ ആത്മാവ് അംഗീകരിക്കുന്നു. When you accept Jesus in your heart, the Holy Spirit comes into your heart, and that is the acceptance or the sign. ഇനി നമ്മൾ ഈ 5 നിഴലുകൾ കണ്ടു കഴിഞ്ഞു. We saw the 5 different likenings of the Holy Spirit. ഇനി നമ്മൾ ഒരു വ്യക്തിയെ കുറിച്ച് പറഞ്ഞിരുന്നു, പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവിനെ നിഴലെന്ന്. We can see that the Holy Spirit was likened to a person and the Holy Spirit. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം 2 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ് അതിനെ നമുക്ക് ഒരു തെളിവായി പറയാൻ കഴിയുന്നത്. We can see that in Genesis 24 verses 2 to 20. We can see that ഈ എലയാസർ എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ ചില പ്രവർത്തനങ്ങളാണ് ഇദ്ദേഹത്തെ പരിശുദ്ധാത്മാവിന്റെ നിഴലാക്കി മാറ്റിയത്. We can see that a few things that the person Eleazar he did, that is what made him likened to the Holy Spirit. നമുക്ക് ആ ഭാഗം ഒന്ന് ചിന്തിക്കാം. ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവുമായി കണക്ഷൻ വന്നിരിക്കുന്നത് നോക്കാം. We can see how we can meditate on that part of how it is likened to the Holy Spirit in the New Testament. ഒന്നാമത്തെ കാര്യം,
ഇസഹാക്കിന് വേണ്ടി പെൺകുട്ടിയെ കണ്ടുപിടിച്ചത് എലയാസറാണ്. We can see that the first part, we can see that Eliezer is the one who found a bride for Isaac, Rebecca for Isaac. അപ്പോൾ ഇന്ന് യേശുക്രിസ്തുവിന് വേണ്ടി മണവാട്ടിയെ കണ്ടുപിടിക്കുന്നതും രക്ഷിക്കപ്പെടുന്നതും പരിശുദ്ധാത്മാവാണ്. So today we can see that the Holy Spirit is what who finds a bride for Jesus Christ, and that is us. ഇനി അടുത്ത കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ എലയാസർ ലാബാന്റെ വീട്ടിൽ ചെന്ന് അവിടെ പറഞ്ഞത് തന്നെ കുറിച്ചല്ല പറഞ്ഞത് മൊത്തം ഇസഹാക്കിനെ കുറിച്ചാണ്, മണവാളിനെ കുറിച്ചാണ്. So when Eliezer he went to Laban's house, he didn't talk about himself. All he talked about was the bridegroom or Isaac. ആ ഇസഹാക്കിന്റെ മഹത്വത്തെ കുറിച്ചാണ് ആ വീട്ടിൽ ചെന്ന് എലയാസർ. Eliezer was talking about the glory or about how good Isaac was. എന്നാൽ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, യേശു പറയുന്നുണ്ട്, അവൻ വന്ന് എന്റെ നാമത്തെ മഹത്വപ്പെടുത്തുമെന്ന്. പരിശുദ്ധാത്മാവ് ഭൂമിയിൽ വന്ന് മണവാളനായ ക്രിസ്തുവിനെയാണ് മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. We can see that in John 16 it says that when the Holy Spirit comes to the earth, it will lift up the name of Jesus. ഇത് രണ്ടാമത്തെ ഒരു പ്രത്യേകതയായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. We can see this as a second characteristic. അത് 16:14 രേഖപ്പെടുത്തിയിരിക്കുന്നത്, അവൻ വന്ന് എന്നെ മഹത്വപ്പെടുത്തും എന്ന് പറയുന്നത്. In 16:14 it says that he will glorify me. ഇനി മൂന്നാമത് എലയാസറിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത്, എലയാസർ ലാബാന്റെ വീട്ടിൽ കൊണ്ടുപോയ സമ്മാനങ്ങളെല്ലാം അവിടെ കൊണ്ടുപോയി ലാബാനും റിബേക്കയുടെ അമ്മയ്ക്ക് ഇവർക്കെല്ലാം കൊടുക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. We can see that the gifts which Eliezer took to Laban's house, he gave it to Rebecca and all those household people. പുതിയ പരിശുദ്ധാത്മാവ് പുതിയ നിയമസഭയ്ക്ക് എനിക്കും നിങ്ങൾക്കും ഗിഫ്റ്റുകൾ നൽകി തരുന്നു. We can see that the New Testament church, the believers like us, the Holy Spirit gives us gifts. ലാബാൻ മണവാട്ടി വീട്ടിൽ കൊണ്ടുപോയി ലാബാന്റെ വീട്ടിൽ എല്ലാവർക്കും കൊണ്ടുപോയി ഗിഫ്റ്റ് കൊടുത്തു എലയാസർ. അതുപോലെ 1 കൊരിന്ത്യർ 12:11 വായിച്ചാൽ പരിശുദ്ധാത്മാവ് സഭയ്ക്ക് നൽകുന്ന 9 തരത്തിലുള്ള ഗിഫ്റ്റുകളെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1 Corinthians 12:11 we can see like how Eliezer gave gifts to Laban's household. We can see how the Holy Spirit gives gifts to the church. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവിന് നിഴലാക്കി എലയാസറിനെ മാറ്റുന്നത്. So these are the 3 things we can see that shows or likens Eliezer to the Holy Spirit. ഒന്നാമത്തെ കാര്യം, എലയാസർ മണവാട്ടിയെ കണ്ടുപിടിക്കുന്നു. First thing we see that Eliezer is finding a bride for. രണ്ടാമത്തെ കാര്യം, മണവാളിനെ കുറിച്ച് മാത്രം പറയുന്നു. Eliezer only talks about the bridegroom. മൂന്നാമത്തെ കാര്യം, ഗിഫ്റ്റുകൾ കൊണ്ട് കൊടുക്കുന്നു. We can see that he goes and gives gifts. ഇത് മൂന്നും പരിശുദ്ധാത്മാവ് പുതിയ നിയമത്തിൽ ചെയ്യുന്നു എന്ന് നമുക്ക് കേട്ട് കഴിഞ്ഞു. We can see that the Holy Spirit does this in the New Testament church. ഞാൻ പേഴ്സണലായിട്ട് പറയുന്നൊരു കാര്യം, നിഴലുകൾ, സാദൃശ്യങ്ങൾ ഇതൊക്കെ പഠനം നടത്തുമ്പോൾ പഠിക്കേണ്ടതാണെങ്കിലും മാക്സിമം നമ്മൾ പ്രഭാഷണങ്ങളിൽ നിഴലുകൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. To study, what I'm saying personally is to study, we can say that the Holy Spirit is likened to all these things, but when we are talking about, we should try to avoid the likening that is usually done. കാരണം ദൈവത്തെ എപ്പോഴും ദൈവമായി തന്നെ കാണുന്നതാണ് നല്ലത്. It is always good to see God as himself. കാരണം യെശയ്യാ പ്രവചനത്തിൽ ദൈവം മനുഷ്യനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ എന്നെ ആരോട് ഉപമിക്കും, നിങ്ങൾ എന്നെ ആരോട് സദൃശനാക്കുമെന്ന്. അപ്പൊ ദൈവത്തെ മറ്റൊരാളുമായി ഉപമിക്കുന്ന ദൈവത്തിന് ഇഷ്ടമല്ല. So in Isaiah we can see that God is saying, whom will you compare me to, whom will you liken me to? So God doesn't like us comparing him to something. അപ്പോൾ പരിശുദ്ധാത്മാവ് കാറ്റാണോ
പരിശുദ്ധാത്മാവ് തീയാണോ, പരിശുദ്ധാത്മാവ് എണ്ണയാണോ, പരിശുദ്ധാത്മാവ് വെള്ളമാണോ എന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവ് ഇതൊന്നുമല്ല. So if ഇതിന്റെ you ask, ചില സ്വഭാവങ്ങൾ മാത്രം പരിശുദ്ധാത്മാവിനുണ്ടെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. പരിശുദ്ധാത്മാവ് സാക്ഷാൽ ദൈവമാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കി പഠിപ്പിക്കുന്നത്. so if you ask me if the Holy Spirit is a wind or it's oil or it's water or fire, any of these, I would say it is nothing that it has, just shows few of those characteristics. I can say that the Holy Spirit is truly God. ഈ ന്യൂമറ്റോളജിയിൽ പരിശുദ്ധാത്മശാസ്ത്ര പഠനത്തിൽ പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. In pneumatology, we have to study the study of the Holy Spirit. We have to study 5 important things. ഒന്നാമത്തേത് ഹോളി സ്പിരിറ്റ് ബാപ്റ്റിസം ആണ്, പരിശുദ്ധാത്മ സ്നാനം. First thing is the baptism of the Holy Spirit. രണ്ടാമത്തേത് ഹോളി സ്പിരിറ്റ് അനോയിന്റിങ്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. Second one is anointing of the Holy Spirit. മൂന്നാമത്തേത് പരിശുദ്ധാത്മാവിന്റെ നിറവ്. Third one is the filling of the Holy Spirit, infilling of the Holy Spirit. നാലാമത്തേത് പരിശുദ്ധാത്മാവിന്റെ മുദ്ര, സീൽ. This fourth one is the seal of the Holy Spirit. അഞ്ചാമത്തേത് പരിശുദ്ധാത്മാവിന്റെ അച്ചാരം. Last one is actually a sign or a seal of the Holy Spirit. Covenant. No. Holy Spirit guarantee. A guarantee of the Holy Spirit. ഈ 5 കാര്യങ്ങളും 5 തന്നെ പഠിക്കണം. കാരണം ഇത് ഒന്നല്ല, ഇത് 5 We should study these 5 things as 5 different things because they are not similar at all. ആത്മാവിന്റെ സ്നാനം, ആത്മാവിന്റെ അഭിഷേകം, ആത്മാവിന്റെ നിറവ്, ആത്മാവിന്റെ മുദ്ര, ആത്മാവിന്റെ അച്ചാരം. ഇത് 5 ആയതുകൊണ്ടാണ് 5 പഠിക്കണം എന്ന് പറയുന്നത്. കാരണം These 5 things are 5 totally different things, so we should learn it in complete sense. ഈ 5 കാര്യം കൂടെ പഠിച്ചു വരുമ്പം 365 ദിവസം കഴിയും. After learning these 5 things, 365 days will be over. That is 1 year will be over. നമ്മള് ഒക്കുവാണെങ്കിൽ ആദ്യത്തെ കാര്യം മാത്രം ഒന്ന് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഹോളി സ്പിരിറ്റ് ബാപ്റ്റിസം. If it is possible, we want to learn just one, the first one, that is the baptism of the Holy Spirit. അത് നമുക്ക് ചെറുതായിട്ടൊന്ന് ചിന്തിച്ചു പോകാൻ ആഗ്രഹിക്കുന്നു. Want to think a little bit about that. ഇന്ന് നമ്മളിവിടെ നിർത്തുകയാണ്. സമയം എനിക്ക് തോന്നുന്നു ഏകദേശം ആയിരിക്കുന്നു. We'll stop here today. I believe the time is up. അപ്പോൾ ഒരു മുഖവര പറഞ്ഞതേ ഉള്ളൂ. ഏകദേശം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. നിങ്ങൾക്ക് ഇനി ഞാൻ ഈ പറഞ്ഞതിനകത്തും നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം. ഞാൻ പറയാത്ത കാര്യങ്ങളെ കുറിച്ച് ചോദിക്കണ്ട. കാരണം ഞാൻ അടുത്ത ക്ലാസ്സുകളിൽ ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ച കാര്യത്തിന് മറുപടി ആയിരിക്കും പറയാൻ പറ്റും. കാരണം നമ്മൾ ഈ മുഖവര മാത്രം തൊട്ടതേ ഉള്ളൂ. I just touched the introduction today, so you can ask me doubts about whatever I've already discussed. Whatever I have not discussed, I will discuss in the coming classes. അതല്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് സെക്ഷനിൽ ഹോളി സ്പിരിറ്റിനെ കുറിച്ചുള്ള ഡൗട്ടിന് ഞാൻ മറുപടി പറയുന്നതായിരിക്കും. In the last section, I will answer about all the doubts of the Holy Spirit. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവ് ഒരാളിൽ ആദ്യമായി അധിവസിക്കുന്നത് രക്ഷയുടെ ഒന്നാമത്തെ പടിയിലാണ്. So one more thing I want to say is when we can see that the indwelling of the Holy Spirit happens in the first step of salvation when a person gets saved. സാൽവേഷൻ 3 സ്റ്റെപ്പായിട്ടാണ് പൂർത്തിയാകുന്നത്. Salvation gets completed in 3 steps. രക്ഷിക്കപ്പെട്ടു, രക്ഷിക്കപ്പെടുവിൻ, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ത്രികാല ശാസ്ത്രമാണ് സാൽവേഷൻ. So salvation is happening in 3 steps. You are saved, you are getting saved, and you will be saved. So 3 tenses. രക്ഷിക്കപ്പെട്ടു, രക്ഷിക്കപ്പെടുവിൻ, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. You say that you got saved, you are getting saved, and you will be saved. അപ്പൊ അതിനകത്ത് നമ്മുടെ രക്ഷയുടെ ആദ്യത്തെ പടിയിലാണ് ഹോളി സ്പിരിറ്റ് വരുന്നത്. We can see that the Holy Spirit comes in our first step of getting saved. അങ്ങനെ പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ നല്ലത് പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നത് കൊണ്ടാണ് രക്ഷയുടെ ആദ്യത്തെ പടി നമ്മൾ സംഭവിച്ചു എന്നുള്ളതാണ്. The better way to say it is that when the Holy Spirit comes upon us, only we get saved. 1 കൊരിന്ത്യർ ലേഖനം 12:3 നിങ്ങൾ വായിച്ചാൽ അതിനകത്ത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. 1 Corinthians 12 verse 3, we can see that.
അവിടെ എഴുതിയിട്ടുണ്ട്, പരിശുദ്ധാത്മാവിൽ അല്ലാതെ യേശു കർത്താവ് എന്ന് പറയാൻ ആർക്കും കഴിയുകയില്ല. There it is written that unless the Spirit enables, nobody can say that Jesus Christ is Lord. അപ്പൊ നമ്മള് രക്ഷിക്കപ്പെട്ടെന്ന് പറയാൻ നമുക്ക് റൈറ്റ് ഒന്നുമില്ല. നമ്മള് We have no വാഗൊണ്ട് യേശുവിനെ കർത്താവായി ഏറ്റു പറയാൻ കാരണം പരിശുദ്ധാത്മാ നമ്മുടെ ഉള്ളിൽ വന്ന് പ്രേരിപ്പിച്ചുകൊണ്ടാണ്. we have no right to say that we got saved just because the Holy Spirit came into us. Only we were able to speak by our mouth that we have accepted Jesus as our Lord. 3000 പേര് രക്ഷിക്കപ്പെടാൻ കാരണം എന്താ? പത്രോസ് പ്രസംഗിച്ച വചനം പത്രോസിന്റെ അധരങ്ങളിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് പോയി 3000 പേരെ ഹൃദയത്തിലെ വചനം കൊണ്ട് കുത്തി അവരെ രക്ഷിക്കപ്പെടാൻ നിർബന്ധിച്ച ഏക ശക്തിയാണ് പരിശുദ്ധാത്മാവ്. How did 3,000 people get saved at the words of Peter? The words that came out of Peter's mouth was taken and put in the hearts of 3,000 people. And that is how they got saved, by the Holy Spirit. ആരെങ്കിലുമൊക്കെ സുവിശേഷം പറഞ്ഞപ്പോഴോ വചനം കേട്ടപ്പോഴോ ട്രാക്ട് വായിച്ചപ്പോഴോ ഒക്കെ അത് നമ്മുടെ ഉള്ളിൽ കൊണ്ടുവന്ന് കുത്തി പാപബോധം വരുത്തി രക്ഷിക്കപ്പെടാൻ നമ്മെ നിർബന്ധിച്ച് പ്രേരിപ്പിച്ച് രക്ഷയുടെ ഒന്നാമത്തെ പടിയിലേക്ക് നമ്മെ നയിച്ച ഏക ശക്തിയാണ് സാക്ഷാൽ പരിശുദ്ധാത്മാവ്. We can see that the Holy Spirit is one. Somebody told us about the gospel, or we read a tract, and where the Holy Spirit will convict us, will poke our hearts and convict us of our sin, and that is when we get saved, and that is the first step. അപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാം. Let us pray. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് ബൈബിൾ ക്ലാസിന്റെ ഫസ്റ്റ് സെക്ഷനിൽ തന്നെ അല്പം ഗൗരവമേറിയ വിഷയങ്ങളെ കുറിച്ചൊക്കെ ചിന്തിപ്പാനുള്ള കൃപ നൽകി തന്നതിനായി സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാ ഞങ്ങൾക്ക് തുണ തന്നതിനായി നന്ദി മുഴുവൻ കർത്താവിന് അർപ്പിക്കുന്നു. നിന്റെ മക്കളെ ഈ വചനം ഗ്രഹിക്കാൻ അവരുടെ ഹൃദയത്തെ തുറക്കണം. കർത്താവെ, അടുത്ത സെക്ഷനിലേക്ക് വരുന്നതിന് മുമ്പ് ഈ വിഷയങ്ങളൊക്കെ ബൈഹാർട്ട് ചെയ്യാൻ ദൈവം അവരെ സഹായിക്കണമേ. അവരുടെ ഹൃദയത്തിന്റെ കണ്ണുകളെ തുറക്കണം. അവരുടെ ഉള്ളത്തിൽ കത്തൽ ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കും. എല്ലാ പ്രിയപ്പെട്ടവരും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കും. തിരുനാമ മഹത്വമെടുക്കും. യേശുവിൻ നാമത്തിൽ തന്നെ. Amen. Hallelujah. Hallelujah. Thank you, Jesus. And thank you, Pastor Uncle, for the first day's class. And I believe, and like if we know more about someone, the experience we have with them will be more. So this class will help for us when we know more about Holy Spirit. It will be easy for us to make it in our practical life. Let's believe that after this section, Holy Spirit, the knowledge about the Holy Spirit will help us to use for Him more and more. Let's close with a prayer. I ask Pastor Binoy from Madurai to pray and close the meeting. Amen. പരിശുദ്ധ കർത്താവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവിക വചനത്തിന്റെ ക്ലാസ്സുകൾ ഞങ്ങൾക്ക് ഈ പ്രഭാത യാമത്തിൽ തന്നതിനായി